നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഊണിന് മുമ്പ് നിർത്തുമ്പോൾ ആചാര്യൻ വരാഹാവതാരം മുതൽ കൃഷ്ണാവതാരം വരെയുള്ള ഭഗവാന്റെ അവതാരങ്ങളുടെ ഒരു സംക്ഷിപ്ത വർണ്ണനം വായിച്ച് നിർത്തി. അതിനുശേഷം ഇപ്പോൾ പരീക്ഷിത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വിസ്തരിച്ചുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളൊക്കെ ശുകമഹർഷി ഉത്തരം കൊടുത്തു തുടങ്ങുന്നു. ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ തേജസ്സിൻ്റെ ദർശനം അതിനെ വർണ്ണിക്കണു. ഈ വൈകുണ്ഠം എന്ന് പറയുമ്പോൾ മുമ്പും ഞാൻ പല ഇതിലും ആവർത്തിക്കാറുള്ളത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. വൈകുണ്ഠം ഒരു സ്ഥലമല്ല. കുണ്ഠത എന്ന് പറഞ്ഞാൽ സംശയം. എന്തിനെക്കുറിച്ചും സംശയം. എപ്പോഴാണ് സംശയം ഉണ്ടാവുക? രണ്ടാണെന്ന് തോന്നുമ്പോഴാണ് സംശയം ഉണ്ടാവുക. രണ്ടാണെന്ന് തോന്നിയാൽ പിന്നെ മൂന്നാണ് തോന്നും, നാലാണ് തോന്നും, അഞ്ചാണ് തോന്നും, ആറാണ് തോന്നും, അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. എല്ലാം ഒന്നാണെന്ന് തോന്നിയ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന അവസ്ഥ ഏതോ അത് വൈകുണ്ഠം. കുണ്ഠതയില്ലാത്തത് വികുണ്ഠമായിട്ടുള്ള സ്ഥലം വൈകുണ്ഠം, ബ്രഹ്മജ്ഞാനം. അതുതന്നെ ഗോലോകം. അല്ലാണ്ട് ഗോലോകം അതിൻ്റെ മുകളിൽ ഇതിൻ്റെ താഴെ അതൊക്കെയാണല്ലോ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഗോശബ്ദം കൊണ്ട് ജ്ഞാനം, പ്രകാശം, ഋഷിപദ്ധതി, അങ്ങനെയൊക്കെ ബ്രഹ്മജ്ഞാനത്തിൻ്റെ മാർഗ്ഗങ്ങൾ. അതൊക്കെ അത് തന്നെയാണ് എൻലൈറ്റൻമെൻറ്റ്, അത് തന്നെയാണ് നിർവ്വാണം. അതൊക്കെ പദ്ധതികളനുസരിച്ച് മാറ്റി മാറ്റി പറയണമെന്ന് മാത്രം. ആ വൈകുണ്ഠത്തിൻ്റെ തേജസ്സിൻ്റെ ദർശനം കാണുന്നു. ബ്രഹ്മാവ് ഭഗവാനോട് താൻ സൃഷ്ടി ചെയ്യാം, പക്ഷെ ആ സൃഷ്ടി ചെയ്യുമ്പോൾ അതിൽ അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കണം. ബുദ്ധിയുണ്ട് ബ്രഹ്മാവിന്. ആദ്യമേ ചോദിക്കുക. കാരണം ബ്രഹ്മാവ് ചെയ്ത അത്രയും വലിയ കാര്യമൊന്നും ലോകത്താരും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളിവിടെ ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഞാനാണത് ചെയ്തത്, അമ്പലത്തിൻ്റെ ഗേറ്റ് ഞാനാ വെച്ച്, വാതിൽ ഞാനാ വെച്ച്, എൻ്റെ തറവാട്ടിൻ്റെ പേര് മേൽക്കൂരയിൽ വരെ എഴുതി വയ്ക്കും അല്ലേ. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ നടവഴിയിൽ, ഈ നടക്കല്ലിലൊക്കെ തറവാട്ടുകാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിക്കും, ന്യൂസ് പേപ്പറിൽ ചവിട്ടിയാൽ തൊട്ടുതലേ വയ്ക്കാൻ പഠിപ്പിച്ച പാരമ്പര്യം നമ്മുടെ. ഈ അക്ഷരത്തിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ ഈ ഭഗവാന്റെ ചുറ്റും നടക്കാൻ. ഇതിൽ പരം ആ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഭൂമിയിൽ നിന്ന് പോയി. അതുകൊണ്ട് ആകെ ഗുണം കുറച്ച് ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്കാർക്കാണ്. കാരണം ഇന്ന കാലത്ത് ഇന്ന ആൾ ഇന്ന ശാസനം എഴുതി വെച്ചു എന്ന് പറഞ്ഞ മാതിരി ഡെഡിക്കേറ്റഡ് ബൈ ഇന്ന ആൾ ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുമ്പോൾ ഇനി ഒരു 500 കൊല്ലം കഴിയുമ്പോൾ പറയും, അന്ന് ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് കണ്ടുപിടിക്കാൻ ചരിത്രകാരന്മാർക്കുള്ള ഒരു സാധനം. അപ്പം നമ്മളെല്ലാറ്റിലും എന്ത് ചെറിയ കാര്യം ചെയ്താലും അത് ഞാനാണ് അയാളോട് അത് പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചത്, ഇങ്ങനെ ക്രെഡിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇത്രയും വലിയ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന് ക്രെഡിറ്റ് എടുക്കണം തോന്നാതിരുന്നാലേ അത്ഭുതമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് സൽബുദ്ധി ഉള്ളതുകൊണ്ട് അദ്ദേഹം ആദ്യമേ ചോദിച്ചു, ക്രെഡിറ്റ് എടുക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചോ. ഭഗവാൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് രഹസ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് 4 ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തതാണ് ചതുശ്ലോകി ഭാഗവതം. ആ 4 ശ്ലോകത്തിനെ ഇങ്ങനെ വെടർത്തി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഈ 12 സ്കന്ധത്തിൽ കിടക്കണ ഭാഗവതം എന്ന് പറയുന്നത്. അതിനുശേഷം അവസാനത്തെ അധ്യായമായിട്ട് 2ാമത്തെ സ്കന്ധത്തിൽ പുരാണത്തിൻ്റെ ലക്ഷണങ്ങൾ പറയണം. ഈ പുരാണ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതം നിൽക്കുന്ന തൂണുകളാണ്. പ്രണാളിക എന്ന് പറയും. സമയമില്ല നമുക്കതൊന്നും വിസ്തരിക്കാൻ. ശരിക്കും പ്രണാളിക പഠിച്ചാൽ തന്നെ ഭഗവാന്റെ സഗുണമായിട്ടുള്ള ഭഗവാനും നിർഗുണമായിട്ടുള്ള ഭഗവാനും തമ്മിലുള്ള ആ പാരസ്പര്യം എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് മുഴുവൻ നമ്മുടെ അകത്താണെന്നും മനസ്സിലാവും. ഇത് പുറമേയും കാണാം, അകത്തും കാണാം. സുഹൃത്തും സിനിമയിൽ നരേന്ദ്രപ്രസാദ് പറഞ്ഞ മാതിരി വാട്ട് ഈസ് ദെയർ ഇൻ മൈക്രോകോസം ഈസ് ദെയർ ഇൻ മാക്രോകോസം ഒരു ഡയലോഗാണ്. അത് അറിയാണ്ട് എഴുതിയിട്ടുള്ളതാണെങ്കിൽ പോലും തിരക്കഥാകൃത്ത് MTയുടെ ആണത്. അതിലൊരു വലിയ വേദാന്ത സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഭാഗവത പ്രണാളിക ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ വാട്ട് ഈസ് ദെയർ ഇൻ മൈക്രോകോസം ഈസ് ദെയർ ഇൻ മാക്രോകോസം എന്ന് കറക്റ്റായി മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ 10ാമത്തെ സ്കന്ധം എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. ദശമസ്കന്ധം നമ്മൾ ഇത്രയും ദിവസം ഈ ശാസ്ത്രചർച്ച നടത്തും. ഭയങ്കര കട്ടി ഫിലോസഫിയാണ്. 9 സ്കന്ധം വരെയും ഫിലോസഫി തന്നെയാണ്. അതിൽ നരസിംഹാവതാരവും ധ്രുവനൊക്കെ വരുന്നുണ്ട്. കേൾക്കാൻ സുഖമുള്ള കഥകളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ 10ാമത്തെ സ്കന്ധത്തിലേക്ക് കയറുമ്പോൾ ഈ പഠിച്ചതിനെ മുഴുവൻ അങ്ങോട്ട് മായയിൽ ലയിപ്പിക്കണ മാതിരി ഒരു സുന്ദരമായിട്ടുള്ളൊരു ലോകം അങ്ങോട്ട് തുറക്കുകയാണ്. പിന്നെ പഠിച്ചതിനെ അനുഭവിപ്പിക്കലാണ്, ലയം ഉണ്ടാക്കുകയാണ്. അനുഭവിപ്പിക്കാനാണ് 10ാമത്തെ സ്കന്ധം. ആ അനുഭവിപ്പിക്കലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് ഇവിടുന്നാണ്. അങ്ങനെയാണെങ്കിൽ 7 ദിവസം കൊണ്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സത് 7 ദിവസം കൊണ്ട് ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2ാമത്തെ സ്കന്ധം അവസാനിപ്പിക്കുന്നത് പുരാണ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടും വിരാട് രൂപത്തിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾക്ക്
അധിഷ്ഠാനമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈ കണ്ണിനും മൂക്കിനും ചെവിക്കും തൊലിക്കും ഒക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. നമ്മൾ എന്താ പറയുക, അധികാര ദേവതകളുണ്ട്. ഇപ്പോൾ കണ്ണിന് സൂര്യൻ എന്നൊക്കെ പറയാം അല്ലേ? അതുപോലെ ഓരോന്നിനും ദേവതകളുണ്ട്. പ്രപഞ്ചത്തിൽ ദേവതയില്ലാത്തൊരു സ്ഥലമില്ല. എല്ലാറ്റിലും ദേവതകളുണ്ട്. അതിനെ മാനിക്കാൻ പഠിപ്പിച്ചാണ് നമ്മുടെ പാരമ്പര്യം. ഇപ്പോൾ അമ്മമാർ ഓരോരുത്തരും ഇരിക്കുന്ന കസേരകൾ, അല്ലെങ്കിൽ അച്ഛന്മാരിരിക്കുന്ന ഓരോ കസേരകൾ, ഞാനിരിക്കുന്ന സ്ഥലം, തിരുമേനി ഇരിക്കുന്ന സ്ഥലം, ആചാര്യൻ ഇരിക്കുന്ന സ്ഥലം, ഇവിടെയൊക്കെ സ്ഥാനദേവതകളുണ്ട്. നമ്മൾ അവരെ മാനിച്ചിട്ട്, അതിനാണ് ആസനം തൊട്ട് തലേ വെച്ചിട്ടിരിക്കുന്നത്. സ്ഥലത്തിന് ദേവതയുണ്ട്. ക്ഷേത്രദേവത ഇവിടെയുള്ളതുകൊണ്ട് ക്ഷേത്രദേവതയുണ്ട്. ഗ്രാമത്തിന് ദേവനുണ്ട്, ദേശത്തിന് ദേവനുണ്ട്. ഇങ്ങനെ ക്രമാനുക്രമമായിട്ട് സകലത്തിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു പദ്ധതി നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇവിടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളുടെ ഉൽപ്പത്തി പറയും. ഇതോടുകൂടിയിട്ട് രണ്ടാമത്തെ സ്കന്ധം അവസാനിക്കും. മൂന്നാമത്തെ സ്കന്ധത്തിൽ വീണ്ടും നമ്മൾ മഹാഭാരതത്തിൻ്റെ ഒരു വെസ്റ്റീജിലേക്ക്, ഒരു അവശിഷ്ടത്തിലേക്ക് വരികയാണ്. കഥ പറയാണ്. പണ്ട് എന്ന് പറയാണ്, ധൃതരാഷ്ട്രർ പാണ്ഡവരുടെ രാജധാനിയിൽ അവിടെ നിന്ന് കിട്ടണ ചോറും കഴിച്ച് ജീവിക്കുകയാണ്. മക്കളെ കൊന്നവരുടെ കയ്യിൽ നിന്നുള്ള ചോറ് വാങ്ങി തിന്ന് ജീവിക്കുന്നു. ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വിതുരൻ വന്നിട്ട് പറയുക, ചേട്ടാ, സ്വന്തം മക്കളെ കൊന്നവരുടെ ചോറ് വാങ്ങി തിന്ന് ജീവിക്കണ്ടല്ലോ, ജീവിക്കാനുള്ള മോഹം കൊണ്ട് എങ്ങനെയെങ്കിലും ആയുസ് നിലനിർത്തണം വിചാരിച്ചിട്ടല്ലേ ഇത്രയ്ക്ക് അധമമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കണം. ഇനിയുള്ള കാലമെങ്കിലും പോയിട്ട് സന്യാസം സ്വീകരിക്കൂ, ബ്രഹ്മത്തിലേക്കൂ എന്ന് പറഞ്ഞിട്ട് വിതുരർ പറഞ്ഞ് എന്താ പറയുക, പറഞ്ഞയച്ചതിന് ശേഷം വിതുരർ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. ആ പോന്ന് ധൃതരാഷ്ട്രം ഉപേക്ഷിച്ചിട്ടുള്ള പോക്കാണ് വിതുരർ. ആ യാത്രയിൽ വിതുരർ പ്രഭാസത്തിലേക്ക് പോയി തൻ്റെ ശരീരം വിടുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ചിലരെ കണ്ടിട്ടുണ്ട്. അതിലേക്ക് കയറുകയാണ് ഫ്ലാഷ് ബാക്ക്. വീണ്ടും നേരത്തെ പോയി എന്ന് പറഞ്ഞു, പ്രഭാസത്തിൽ പോയി ശരീരം വെടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ വീണ്ടും വന്നിട്ട് കഥയുടെ ഭാഗമായിട്ട് പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഉദ്ധവനെ കാണുകയാണ്. ഇപ്പോൾ വീണ്ടും ഉദ്ധവനോട് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ടായി. നമ്മൾ വഴിയിൽ കാണുമ്പോൾ, പരിചയക്കാരെ കാണുമ്പോൾ ചോദിക്കില്ലേ, എവിടെയാണോ നമ്മൾ വർത്തമാനം അവസാനിപ്പിച്ച് അവിടെ തുടരും. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലൊരു മിസ്റ്റേക്ക്, ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ എന്താ പറയണമെന്നൊരു ബന്ധം ഉണ്ടാവില്ല. അതാ സ്ഥിതി. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ തിരുമേനി അവിടെ തിരി നേരാക്കുന്നതിലാണ് 99% ആൾക്കാർ ശ്രദ്ധ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. അതാണ് സംഭവിക്കുക. ഇതിലൊരു കഥയുണ്ട്. രാമാനുജാചാര്യർ, വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവർ ഒന്നിച്ചാണ് പഠിച്ചത്. വലിയ സ്നേഹമായിരുന്നു രണ്ടുപേരും. അപ്പോൾ രാമാനുജൻ്റെ ആ ജൈത്രയാത്രയുടെ തുടക്കകാലത്ത് ഇവർ പഠിച്ചൊക്കെ പിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം 2-3 ശിഷ്യന്മാരൊക്കെ ആയിട്ടുള്ളൂ രാമാനുജന്. ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു ഇടവഴി കൂടെ. ഒരു വനപ്രദേശമാണ്. എതിരെയുണ്ട് ഈ കസിൻ വരുന്നു. അയാളുടെ മുണ്ടിലൊക്കെ ബ്ലഡ്, കയ്യിൽ ബ്ലഡ് തുടച്ചതിൻ്റെ പാട് ഇങ്ങനെ വന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേർ കാലങ്ങൾ കൂടി കാണുകയാണ്. അപ്പോൾ കെട്ടിപ്പിടിക്കാൻ പോയി രാമാനുജൻ. അല്ല, എന്നെ കെട്ടിപ്പിടിക്കണ്ട, കയ്യിൽ രക്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. ഞാൻ വരണ വഴിയിലൊരു പാമ്പിനെ കണ്ടു. പാമ്പ് കിടന്ന് പൊളയുക. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ വായുടെ ഉള്ളിലൊരു മുള്ളു കുത്തി കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തോ ഒരു കാരണം കൊണ്ട് ദേ ഹാഡ് ടു സെപ്പറേറ്റ് ആൻഡ് പാർട്ട് ദെയർ വേസ്. ഒരു വഴി മാറിപ്പോയി. രാമാനുജനും പോയി, ഇദ്ദേഹം പോയി. 22 കൊല്ലത്തിന് ശേഷം ഇവർ തമ്മിൽ കണ്ടപ്പോൾ രാമാനുജൻ ചോദിച്ചു കൊടുത്തറ, എന്നിട്ട് അപ്പോൾ ഒന്നുമില്ല, ഞാൻ ആ മുള്ളെടുത്ത് കളഞ്ഞു, എന്നിട്ട് വരികയായിരുന്നു. അത് ആ കാലത്തെ എന്നല്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇന്നുണ്ട്. അപ്പം വിതുരൻ ഉദ്ധവൻ്റെ അടുത്ത് ചെല്ലണു. ഉദ്ധവനാണെങ്കിൽ വളരെ ദുഃഖിച്ചിട്ടാണ്. കൃഷ്ണൻ്റെ ആ വിരഹം, കൃഷ്ണൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ്, സ്വർഗാരോഹണം എന്ന് പറയാൻ, സ്വർഗം എന്ന് പറയരുത്, വൈകുണ്ഠാരോഹണമാണ്. ആ വൈകുണ്ഠാരോഹണം കഴിഞ്ഞ് വിഷമിച്ച് ഉദ്ധവൻ്റെ ആ യാത്രയിലാണ്, ഉദ്ധവൻ്റെ ആ ബദരിക്കുള്ള യാത്രയിലായിരിക്കണം അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ യാത്രയുടെ മാപ്പ് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. നല്ല രസമായിരിക്കും. ബലരാമൻ്റെ യാത്രയുടെ, തീർത്ഥയാത്രയുടെ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു പ്രഭാഷണം ചെയ്യാം. കൃഷ്ണൻ്റെ ബാലലീലകൾ സംക്ഷേപിച്ചിട്ട് വർണ്ണിക്കും. 2-ാമത്തെ അധ്യായത്തിൽ, 3ാം സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ മധുരയിൽ വെച്ചിട്ടും ദ്വാരകയിൽ വെച്ചുണ്ടായ ഭഗവാന്റെ ലീലാവർണ്ണനം പറയും. യദുക്കളുടെ പ്രഭാസത്തിലേക്കുള്ള അവസാനത്തെ യാത്ര സോമനാഥത്തിലേക്ക്, യദുവംശത്തിൻ്റെ സംഹാരകഥ വർണ്ണിക്കുകയാണ് 4-ാമത്തേൽ. അവിടുന്ന് വിതുരൻ്റെ അടുത്ത് ഉദ്ധവനൊരു പ്രധാന കാര്യം പറയും. വിതുരൻ പൊട്ടിക്കരഞ്ഞു പോകുന്ന ഭാഗമാണ് ശരിക്കും. ഭഗവാൻ അങ്ങേ ഓർത്തിരുന്നു, ശരീരം വിടുന്നതിന് മുമ്പ് വിതുര അങ്ങേ ഓർത്തിരുന്നു, എന്നോട് പറഞ്ഞു, എന്നോട് ബദരി പോകാൻ പറഞ്ഞ പോലെ അങ്ങയോട് മൈത്രേയ മഹർഷിയെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞു. വിതുരനത് കേൾക്കുമ്പോൾ അങ്ങോട്ട് തകർന്നു പോകും.
കാരണം ഭഗവാൻ പോയി എന്നുള്ള വാർത്ത കേട്ടതേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണു. പക്ഷെ അപ്പോൾ പറയണം, നമ്മളെ അത്രയും സ്നേഹത്തോടൊരാൾ, ഞാനൊരു അല്പൻ ആലോചിച്ച് നോക്കണം, ദൂതിന് പോയ സമയത്ത് വിതുരൻ്റെ വീട്ടിലാണ് താമസിച്ചത്, ഊണ് കഴിച്ചതൊക്കെ. ഭഗവാൻ കൊട്ടാരങ്ങളിൽ പോയി താമസിച്ചില്ല. വിതുരൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കോലായിൽ നിന്നിട്ടാണ് പറഞ്ഞ് ഇനി യുദ്ധം എന്ന് തീരുമാനിച്ചത്. കൃഷ്ണൻ മനഃപൂർവ്വം യുദ്ധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വിഡ്ഢ്യാസുരന്മാരെ കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല. കൃഷ്ണൻ കൃത്യമായിട്ടുള്ളൊരു രാജ്യവ്യവസ്ഥ ഈ ഭാരതത്തിലുണ്ടാക്കി, യുധിഷ്ഠിരനെ രാജാവാക്കി, ഒരു തരി ചോര വീഴ്ത്താണ്ട് രാജസൂയം നടത്തിച്ചു. ശിശുപാലനെ കൊന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നു. യുധിഷ്ഠിരൻ ഒരാളെ കൊല്ലേണ്ടി വല്ല, ജരാസന്ധനെയും വളരെ വൃത്തിയായിട്ടാണ് നീക്കിക്കൊടുത്ത്. ബാക്കി 10 അനവധി ലക്ഷം സൈന്യങ്ങളെ ഒന്നും കൊന്നൊടുക്കിയിട്ടല്ല ജരാസന്ധനെ കൊന്ന്, 1 to 1 ആയിട്ടാണ് തീർത്തത്. അത്ര വൃത്തിയായിട്ട് ചെയ്തു കൊടുത്ത രാജ്യത്തിനെ ചൂത് കളിക്കാനുള്ള മോഹം കൊണ്ട് പുല്ലുപോലെ കളഞ്ഞു യുധിഷ്ഠിരൻ. പിന്നെ വീണ്ടും താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ധർമ്മരാജ്യ വ്യവസ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ കൃഷ്ണന് യുദ്ധമല്ലാണ്ട മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ യുദ്ധം ഉണ്ടാക്കിയെന്ന് കുറ്റം പറയരുത്. ഭാരതത്തിൻ്റെ ധർമ്മവ്യവസ്ഥ പറയുമ്പോൾ ശ്രീരാമൻ ആ ഭാരതത്തിൻ്റെ ധർമ്മവ്യവസ്ഥയെ നമ്മളൊരു ഗാർഡനായിട്ട് കാണാൻ പറയാറുണ്ട് ഞാൻ ചില സ്ഥലത്ത്. ആ ഗാർഡനിൽ കുറേ പുല്ലും കളകളും ഒക്കെ വന്ന് കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ കുറഞ്ഞിരിക്കുമ്പോഴാണ് രാമൻ്റെ ജനനം. രാമൻ വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ വെട്ടി, കുറച്ച് പുതിയ മരമൊക്കെ വെച്ചു. അങ്ങനെ പുതിയ ആ ഗാർഡൻ, എക്സിസ്റ്റിംഗ് ഗാർഡനെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് അദ്ദേഹം ശരീരം വിട്ടുപോയി. കൃഷ്ണൻ്റെ കാലമായപ്പോഴേക്കും എന്താ വെച്ചാൽ ആ ഗാർഡനേ ഇല്ലാണ്ടായി, അവിടെ കാട് പിടിച്ച് അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തു, ഒരു JCB കൊണ്ടുവന്നു, കുത്തി മൊത്തം ഇളക്കി കളഞ്ഞു, പുതിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തു, പോയി. അത് ബുദ്ധൻ്റെ കാലം വരെ നിലനിന്നു. 5000 വർഷത്തോളം ഓൾമോസ്റ്റ് നിന്നു. ബുദ്ധൻ്റെ കാലത്താണ് വീണ്ടും മനുഷ്യൻ വീരത ചോർന്ന് അഹിംസയുടെ തെറ്റായിട്ടുള്ള ഉപയോഗം വന്നപ്പോൾ അവിടെ നിങ്ങളുടെ അടിമത്തത്തിൻ്റെ കാലങ്ങൾ തൊട്ട് ഇന്ന് മാനസികമായിട്ടുള്ള അടിമത്തമുള്ള ഭാരതത്തിൻ്റെ അവസ്ഥ വരെ അതെത്തിച്ചു. സത്യമാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് അപ്പം നമ്മൾ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിന്നിട്ട് വേണം ഈ വസ്തുതകളെയൊക്കെ ഓർക്കാൻ. അതിനുശേഷം മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് ചെല്ലണം. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കുറച്ച് കട്ടിയാണ് ഭാഗവതത്തിൽ. കാരണം സൃഷ്ടിക്രമത്തിനെ വർണ്ണിക്കുമ്പോൾ ഓരോ തത്വങ്ങളും ആദ്യം ഭഗവാനിൽ നിന്ന് എങ്ങനെ കമലമുണ്ടായി, ബ്രഹ്മാവുണ്ടായി എന്നൊക്കെ നമുക്ക് സിമ്പിൾ ഭാഷയെ പറയാവുന്നതൊക്കെയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള എലമെൻസിനെ ഓരോന്നിനെ എടുത്ത് ചർച്ച ചെയ്യുകയാണ് ഭാഗവതം. മഹത്തത്വങ്ങൾ, മഹതായ തത്വങ്ങളുടെ ഉൽപ്പത്തി, ആ തത്വങ്ങളുടെയൊക്കെ ദേവന്മാരുടെ ഭഗവാനെ സ്തുതിക്കുന്നത്, ഓരോരോ തത്വങ്ങളുണ്ട്, ആ തത്വങ്ങളുടെയൊക്കെ സ്തുതി, ഇതെല്ലാം പറഞ്ഞ് ഭഗവാന്റെ ശക്തി പ്രവേശിക്കുക. അതായത് ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവറ്റകളൊക്കെ ഒന്നിച്ച് ചേർന്ന് നിന്നിട്ട് ഓരോ പുതിയ സാധനങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി. ബ്രഹ്മാവ് സൃഷ്ടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതിനെ ഒരു നല്ല കാറുണ്ട്, ഒരു ഉഗ്രൻ പുതിയ ലക്ഷറി കാറ് മേടിച്ചു, അതിൽ പെട്രോൾ ഒഴിക്കണ്ടേ? ഈ പെട്രോൾ ഏതാ? പെട്രോൾ ഭഗവാന്റെ ശക്തിയാണ്. യോമേ അന്തം പ്രവേശിക്കുക, ഭഗവാൻ പ്രവേശിക്കണം ഇതിൻ്റെ അകത്തേക്ക്. പ്രവേശിച്ചാലേ വസ്തുള്ളൂ. അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ, മനോഹരമായിട്ടുള്ള കണ്ണുകൾ, പേര് മീനാക്ഷി, പക്ഷെ മരിച്ചു കിടക്കുക. കണ്ണുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ജീവൻ പ്രവേശിക്കുമ്പോൾ, ആത്മാവ് അതിലേക്ക് കുടിയേറുമ്പോൾ അത് തിളങ്ങും. ആ സൗന്ദര്യം എല്ലാവരും പറയും തേജസ്സുള്ള കണ്ണുകൾ, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കണ്ണുകൾ എന്ന് പറയും. അല്ലെങ്കിൽ എന്താ കാര്യം? ഒരു കുരുവി ചത്ത് കിടക്കണു, കാണാൻ നല്ല ഭംഗിയുള്ള കുരുവി, പക്ഷെ ആ കുരുവിയുടെ ഉള്ളിൽ ചേതനയുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഭഗവാൻ പ്രവേശിക്കണം ഏതിനും എന്നുള്ളതാണ് ഈ തത്വാത്മക ദേവന്മാരുടെ സ്തുതിയിൽ വരുന്നത്. ആ ഭഗവാന്റെ ശക്തിപ്രവേശം ഉണ്ടാവണം. അവരുടെ സ്തുതി കേട്ടിട്ട് ഭഗവാൻ പ്രവേശിക്കാൻ പ്രവേശിക്കണു. ആ പ്രവേശിക്കുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമത്തിൽ നോക്കൂ, ഇതുവരെ എത്തുമ്പോഴേക്കും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 3ാമത്തെ നാമം എത്തിയിട്ടേ ഉള്ളൂ. 3 അല്ല, 2ാമത്തെ നാമം ഓം വിശ്വം വിഷ്ണു വരെ എത്തിയിട്ടേ ഉള്ളൂ ഇവിടെ എത്തുമ്പോൾ. ഇനി പ്രവർത്തിക്കൽ വരുമ്പോഴാണ് ഈ വഷട്കാര എന്ന് വരുന്നത്. കാരണം നമ്മൾ ഹോമിക്കുമ്പോൾ സ്വാഹ 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 എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം ഹോമിച്ച് അടുത്ത മന്ത്രം ചേഞ്ച് ചെയ്യുമ്പോൾ ഭഗവാനെ അറിയിക്കണം, ഞാൻ മന്ത്രം മാറ്റാൻ പോകണമെന്ന്. നമ്മളിപ്പോൾ ഓം നാരായണായ സ്വാഹ, ഓം നാരായണായ സ്വാഹ, ഓം നാരായണ സ്വയം, ഓം വാസുദേവായ സ്വാഹ, വാസുദേവായ സ്വാഹ പറഞ്ഞാൽ പല പഴയ രീതിയിൽ ഓം നാരായണായ സ്വാഹ എന്നുള്ള അവസാനിപ്പിക്കും. ഓം നാരായണായ വൗഷട്ട് ഉറക്കെ പറയും. എന്നിട്ടാണ് ഓം വാസുദേവായ സ്വാഹം, ഓം വാസുദേവായ ഔഷട്ട് എന്ന് പറയും. ഇങ്ങനെ ഉറക്കെ പറയണം എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ദേവന്മാർക്കൊക്കെ സിഗ്നൽ കൊടുക്കണം, ഞങ്ങളിതാ മന്ത്രം മാറ്റാൻ പോകണമെന്ന്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്വീകരിക്കൽ. ഇനി ദേവതകൾ ഒരേ അഗ്നി തന്നെ ദേവതകളെ മാറ്റി ഹോമിക്കുമ്പോഴും ഇത് ചെയ്യും. കാരണം അടുത്ത ആൾ കം, നെക്സ്റ്റ് മാൻ കം എന്ന് പറയില്ലേ,
നമ്മൾ വിളിക്കുകയല്ലേ, ക്യൂവിൽ നിൽക്കുകയാണ് അവർ. അങ്ങനെ വിളിച്ച് അതൊരു ക്രമമായിരുന്നു. അതുകൊണ്ടാണ് ഈ വഷട്കാരത്തിന് ഇത്രയ്ക്ക് ശക്തി. അതായത് യജ്ഞമാണ് ഈ പ്രപഞ്ചത്തിനെ നടത്തിക്കൊണ്ടുപോകുന്നതേ ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിലെ നമ്മുടെ ലോകത്തിലെ പുരോഹിതൻ സൂര്യനാണ്. അതാണ് അതിരാത്രം നടത്തുമ്പോൾ അധ്വർയു സൂര്യനാണെന്നാണ് പറയുക. അതിരാത്രം സോമയാഗമൊക്കെ നടക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കാറില്ലേ? അതിൽ അതിരാത്രം എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ഡ്രാമ അവിടെ നടത്തുന്നതിൻ്റെ ഒരു റീനാക്ട്മെൻറ്റാണ് ശരിക്കും. വേദം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം കുറച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതൊക്കെ വിഴിഞ്ഞാലേ ഇത് ബ്രഹ്മജ്ഞാനം കിട്ടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ക്രമാനുക്രമമായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ മാനിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതിനുശേഷം 7ാമത്തെ അധ്യായത്തിൽ ആ നിർഗുണനായിട്ടുള്ള ഭഗവാന്റെ ഗുണക്രിയകൾ, ഭഗവാന്റെ ഗുണഘടങ്ങൾ, ഓരോ സത്വഗുണ രജ തമോ ഗുണങ്ങൾ, സംഘം എങ്ങനെയാണ് ഭഗവാന്റെ ഇതിൽ എങ്ങനെയാണ് ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത്. നിർഗുണനാണ് ഭഗവാൻ എന്നല്ലേ പറയണത്. അങ്ങനെയുള്ള ആൾ എങ്ങനെ ഈ ഗുണമുള്ള പ്രപഞ്ചത്തിനുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് മൈത്രേയൻ ഒരു സെറ്റ് ഓഫ് ആൻസേഴ്സ് കൊടുക്കണം. അത് കേൾക്കുമ്പോൾ വിതുരൻ വീണ്ടും ധാരാളം ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കണം. ഇതുവരെയാണ് ഇപ്പോൾ ആചാര്യൻ വായിച്ചു നിർത്തിയത്. വലിയൊരു ഭാഗമാണ്. നമുക്കതിൽ ഏറ്റവും ചുരുക്കി പറയാവുന്ന രീതിയിൽ നോക്കാം. നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ കൂടെ സമയമുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് നമുക്ക് ഇതിന് തന്നെ പോയി. 2ാമത്തെ സ്കന്ധത്തിൽ ശരിക്കും ഞാൻ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഭഗവാന്റെ വിരാട് സ്വരൂപത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഈ വിരാട് സ്വരൂപം? വിശ്വരൂപം തന്നെ. വിശ്വരൂപം ഭഗവത്ഗീതയിൽ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്, കേട്ട് ആവർത്തിച്ച് കേൾക്കുന്നവർ ക്ഷമിക്കുക. നമ്മളെ വിചാരത്തിൽ ഇതാ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. ഒരു തല, കുറേ തല, നടുക്കൊരാളിങ്ങനെ വടികുത്തി മാതിരി നിൽക്കണം, കുറേ കയ്യ്, ഇതാണ് വിശ്വരൂപം. ഇത് ഏതോ കലണ്ടർ വരയ്ക്കണം ആരോ വരച്ചുണ്ടാക്കിയതാണ്. ഇതല്ല വിശ്വരൂപം. വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണായ സകല വസ്തുക്കളിലും ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ കാണുക, നിങ്ങൾ എന്നിൽ കാണുക, അവിടെ കാണുക, ഇവിടെ എല്ലാറ്റിലും ഭഗവാനെ കാണുക പറഞ്ഞാൽ അതാണ് വിശ്വരൂപധ്യാനം. എന്തിനാണ് പരീക്ഷത്തിന് ഇത് ആദ്യം പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, പരീക്ഷത്ത് ഗൃഹസ്ഥനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എളുപ്പമാർഗം എല്ലാറ്റിലും ഭഗവാനെ കാണുക രാവിലെ തൊട്ട് രാത്രി വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഈ ക്രമം മനസ്സിലാക്കി കൊടുക്കാനാണ് ആദ്യം തന്നെ ഈ കോസ്മിക് ഫോം പറഞ്ഞു കൊടുത്തത്. ഇല്ലെങ്കിൽ പരീക്ഷത്തിനോട് പറയാം, കണ്ണടയ്ക്കൂ, ശ്വാസമെടുക്കൂ, ഹൃദയമധ്യത്തിൽ ഒരു വെളിച്ചമുണ്ടെന്ന് സങ്കല്പിക്കൂ, അതിലേക്ക് ശ്രദ്ധ കൊടുക്കൂ എന്നൊക്കെ പറയാമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യണതിന് പകരം ഇത് പറഞ്ഞു കൊടുത്തു. കാരണം ഈ അകത്തേക്ക് നോക്കുക എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ പറ്റില്ല. ഇപ്പോൾ പലരും അതൊക്കെ അഭ്യസിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അതിനെ കൺവർജൻറ്റ് മെഡിറ്റേഷൻ എന്ന് പറയും. അതിൻ്റെ ആൾ അച്ഛൻ മഹാദേവൻ, സ്വാമി, മുരുകൻ, ഇവരൊക്കെ കൺവർജൻറ്റ് മെഡിറ്റേഷൻ ആൾക്കാർ. അകത്തേക്കാണ്. പ്രത്യേകിച്ച് ശിവൻ്റെ രീതിയാണ്. ഒരു പോയിന്റിലേക്ക് പ്രപഞ്ചത്തിനെ മുഴുവൻ തന്നിലേക്ക് കൊണ്ടുവന്ന് ഒറ്റ പോയിന്റ് കൊണ്ടുവരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സംഹരിക്കണമെന്ന് പറഞ്ഞു. എല്ലാറ്റിനെയും ഒറ്റ പോയിന്റിൽ കൊണ്ടുവരിക. നിങ്ങളിത് ചെയ്താൽ നിങ്ങളും സംഹരിക്കുന്ന ആളായി, ഞാനും ഇത് ചെയ്താൽ ഞാനും സംഹാരകനായി. ഇതാണ് സംഹാരം, വലിക്കുക. നാരായണൻ ചെയ്യണം എന്താ? യോഗനിദ്ര എന്ന് പറയും. അത് ഡൈവർജൻറ്റ് മെഡിറ്റേഷനാണ്. ആ അനന്തൻ എന്ന് പറഞ്ഞ അനന്തതയിൽ കിടന്നുകൊണ്ട് ഭഗവാൻ തന്നെ സകല വസ്തുക്കളിലും കൽപ്പിക്കുന്നു. യോമേ അന്ത പ്രവിശ്യ, ഞാൻ എല്ലാറ്റിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. തന്നെ സകല വസ്തുക്കളിലും ധ്യാനിച്ചുകൊണ്ടാണ് കിടക്കണം. അതിനെയാണ് യോഗനിദ്ര എന്ന് പറയുന്നത്. അല്ലാണ്ട് കിടന്നിട്ട് ലക്ഷ്മീദേവി കാലി നീക്കി കൊടുക്കണം, നല്ല സുഖം കിടന്നുറങ്ങുക, അതല്ല. യോഗനിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ സകല വസ്തുക്കളിലും കാണുക, അതാണ് യോഗനിദ്ര. അത് ഡൈവർജൻറ്റ് മെഡിറ്റേഷൻ. ഭഗവാൻ സ്ഥിതികാരകനാണ്. ഈസ് ഓൾസോ ദ ലോർഡ് ഓഫ് സിവിലൈസേഷൻസിന് സംസ്കാരങ്ങളുടെ നാഥനാണ് ഭഗവാൻ. നിലനിൽപ്പിൻ്റെ ദേവനായിട്ട് ഭഗവാൻ മാറുന്നത് അതുകൊണ്ടാണ്. ആ നിലനിൽപ്പ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് ഗൃഹസ്ഥന് ഏറ്റവും എളുപ്പമുള്ള ജോലി ചെയ്യുന്ന സകല പ്രവർത്തികളിലും ഭഗവാനെ കാണാൻ പഠിക്കുക എന്നുള്ള വളരെ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അതിന് ആരുടെയും അനുവാദം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഭാര്യയുടെ അനുവാദം വേണ്ട, ഭർത്താവിൻ്റെ അനുവാദം വേണ്ട, മക്കളുടെ അനുവാദം വേണ്ട, അച്ഛനമ്മമാരുടെ അനുവാദം വേണ്ട, ടീച്ചറുടെ അനുവാദം വേണ്ട, ആരുടെയും അനുവാദം വേണ്ട. ഇത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത് പരിശീലിക്കാനാണ് ഈ കോസ്മിക് ഫോം പറഞ്ഞിരിക്കണമെന്ന് മാത്രം ഇവിടെ ചുരുക്കി പറയണു. ഈ ഭാഗമൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ട ഭാഗങ്ങളാണ്. എന്താണെങ്കിലും അതിന് നമ്മൾ പഠിക്കേണ്ടത്
പ്രകൃതിയിലും നമ്മളും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് ആരും പറയാറില്ലല്ലോ. പ്രകൃതിയും മനുഷ്യനും എന്ന് പറയുന്നത്, ഈ ഞാനും പ്രകൃതി എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഈ അവനവൻ്റെ ദിവ്യഭാവത്തിനെ സദാ ചിന്തിക്കുക. ദിവ്യഭാവത്തിനെ ചിന്തിക്കുക പറഞ്ഞാൽ ഞാൻ സംഭവമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് അടിയുണ്ടാക്കരുത്. ചില ആൾക്കാരുണ്ട് ഞാൻ അവതാര പുരുഷനാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞളയും. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എല്ലാറ്റിലും ഉള്ളത് ആ ഒരേ വസ്തുവാണെന്നുള്ള ബോധത്തോടിരിക്കുക. വിരാട് പുരുഷനെ, ഭഗവാനെ സകല വസ്തുക്കളിലും, അതായത് സൃഷ്ടിയുടെ എല്ലാ വസ്തുക്കളിലും ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും വിനയത്തോടെ, പരസ്പര ബന്ധത്തോടെ ഞാൻ തന്നെയല്ലേ അത് എന്ന ബോധത്തോട് കൂടിയിട്ട്, എൻ്റെ കുട്ടിയും നമ്മൾ പറയണില്ലേ നമ്മുടെ മക്കളെ കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്തുകൊണ്ട് എല്ലാറ്റിലും അത് കാണാൻ സാധിക്കുന്നില്ല? അത് സാധിക്കുക എന്നുള്ളതാണ് വിരാട് രൂപത്തിൻ്റെ ധ്യാനത്തിൽ കൂടെ നമുക്ക് കിട്ടുക. ശരത്ത് അങ്ങനെ പറഞ്ഞവരുടെ എല്ലാവരോടും പോയി പറയരുത് കേട്ടോ, ചിലപ്പോൾ അടി കിട്ടും. ഭക്തിയിൽ ശ്രദ്ധ കൊടുക്കുക. എന്താണ് ഭക്തി? ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കാനാണ്. ആ സ്നേഹം ഉണ്ടാക്കാനാണ് ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. ആ രൂപത്തിൻ്റെ ധ്യാനത്തിനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് ജപിക്കുന്നതിന് പകരം വിസ്തരിച്ച് വിസ്താരമായിട്ട് വിശാലമായിട്ട് ധ്യാനിക്കുക. സകലത്തിലും കാണുക, സകല വസ്തുക്കളിലും കാണാൻ പഠിക്കുക. വീണ്ടും പറയണു, ജീവിതത്തിനൊരു അന്ത്യമുണ്ട്, ഈ ശരീരം ധരിച്ചതിൻ്റെ ഒരു അന്ത്യമുണ്ട്, അതിന് പ്രിപ്പയർഡ് ആവുക. ആ പ്രിപ്പയർഡ് ആവണമെങ്കിൽ ഇതും ഈ ഇപ്പോൾ ഉള്ളതും ഇതിന് ഇല്ലാണ്ടായാലും ഇതിന് ശേഷം വരുന്നതും ഇതിന് മുമ്പുണ്ടായിരുന്നതും ഒക്കെ ഒറ്റ വസ്തുവാണെന്നുള്ള ബോധം ഉറപ്പിച്ച് കൊണ്ടുവരിക. മാത്രമല്ല സകല സൃഷ്ടികളിലും ഒരു ബാക്ടീരിയ, ഒരു ഉറുമ്പ്, ഒരാന, തിമിംഗലം, എന്തിലും ഈ നൂലിങ്ങനെ കിടക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ ഈശ്വരൻ്റെ ചൈതന്യം സകലത്തിലും ഭഗവാൻ പ്രവേശിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ജീവനുള്ള മാത്രമല്ല, ഇനാനിമേറ്റ് ആയിട്ടുള്ള വസ്തുക്കളിലും അചരങ്ങളിലും ഒക്കെ, പർവ്വതാവട്ടെ, എല്ലാറ്റിനും ഒരു ജീവനുണ്ട്. ഓരോ ഊർജ്ജം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോഹക്കൂട്ടുകൊണ്ട് ഈ വിളക്ക് വയ്ക്കണത്? ഇവിടെ ഒരു സ്റ്റീൽ വിളക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുമോ? ഇതിന് പകരം ഒരു സ്റ്റീലിൻ്റെ വിളക്കാണ് ഇരിക്കുന്നത്, ഈ തട്ടുവിളക്ക് കിട്ടില്ല. അതേപോലെ ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒരു പവറുണ്ട്. ആ പവറാണ് ഈശ്വരൻ്റെ അതിലത്തെ വിഭൂതി എന്ന് പറയണം. വിഭൂതി എന്ന് പറഞ്ഞാൽ അതിനെയാണ്. വേദത്തിൽ സിംഹാനുവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ചില മന്ത്രങ്ങളുണ്ട്. സിംഹേമേ മന്യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ചില ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അത് പ്യുവർലി വൈദികമായിട്ടുള്ള ചടങ്ങാണ്. നല്ല മൺപാത്രം വട്ടത്തിലെടുത്തിട്ട് അതിൽ നല്ല നല്ലെണ്ണം നിറയ്ക്കും. നമ്മളതിൽ മുഖം നോക്കണം. നമ്മുടെ ഛായ കൊണ്ടുകൊണ്ട് പറയുകയാണ് നമ്മൾ, എൻ്റെ കോപം സിംഹത്തിലേക്ക് പോട്ടെ, എൻ്റെ പ്രതികാരം വാളിലേക്ക് പോട്ടെ, എൻ്റെ ചപലത കുരങ്ങിലേക്ക് പോട്ടെ, എൻ്റെ അമിതബലം കുതിരയിലേക്ക് പോട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഓരോ ഗുണങ്ങളെ സമർപ്പിക്കുകയാണ്. കാരണം ഈ ഗുണങ്ങളൊക്കെ ഇരിക്കേണ്ട സ്ഥാനങ്ങളുണ്ട് പ്രകൃതിയിൽ. അത് അവിടെ ഇരുന്നാലേ അതിന് മഹത്വമുള്ളൂ. ബലമില്ലാത്തൊരു കുതിര ആരെങ്കിലും കണക്കാക്കുമോ? കണക്കാക്കില്ല. ചപലതയില്ലാത്തൊരു കുരങ്ങനെ ആരെങ്കിലും കുരങ്ങായിട്ട് കണക്കാക്കുമോ? ഒരു പാവം കുരങ്ങ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരു കുരങ്ങാണ് എന്ന് ചോദിക്കും നമ്മൾ. കുരങ്ങിന് ചപലത വേണം അല്ലേ? സിംഹമാണെങ്കിലോ അഹങ്കാരം. സിംഹം വളരെ പാവമായിട്ട് നല്ല എന്താ സുഖല്ലേ എന്നൊക്കെ ചോദിക്കണ ഒരു സിംഹമാണെങ്കിൽ, അങ്ങനെ ചോദിക്കേണ്ട ഒരു സിംഹത്തിന് ആരെങ്കിലും വില വയ്ക്കുമോ? വെക്കില്ല. അപ്പോൾ ഞാൻ മലയാളത്തിലൊരു ഒരു സൂപ്പർ സ്റ്റാറിനെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. 10-17 വരച്ച അദ്ദേഹത്തിനോട് ഞാൻ ഇടയ്ക്ക് മര്യാദയ്ക്ക് സംസാരിച്ചു തുടങ്ങി. എടാ ഞാൻ അങ്ങനെയായ ആരും എന്നെ വില വയ്ക്കില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും അഹങ്കാരമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, അത് സിംഹമാണ്. അപ്പോൾ അതുപോലെയാണ്, അത് സത്യമാണ്. ആ ഗുണം എവിടെ ഇരിക്കണോ അത് അവിടെ ഇരിക്കണം എന്നാണ്. വാളിലാണ് അത്ര പകയിരിക്കേണ്ടത്. പക അങ്ങോട്ട് പോട്ടെ എന്നാണ് പറഞ്ഞത്. അമിത ബലം കുതിരയ്ക്കാണ് വേണ്ടത്. കുതിരയ്ക്ക് ഓടാൻ ശക്തി വേണം. മനുഷ്യന് എന്തും അധികമായ ദുർഗുണമാണ്. അതാണ് ഇതൊരു പ്രായശ്ചിത്ത ചടങ്ങാണ്, ശുദ്ധീകരണമാണ്. ഇത് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ഫലം ശരിക്കും അറിയും. സിംഹാനുവാദം എന്ന് പറഞ്ഞിട്ടൊരു 10-15 മന്ത്രമുണ്ട്. അതെ, 15 മന്ത്രത്തോളം ഉണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ഇത്. എന്നിട്ട് അവസാനം ഈ എണ്ണ എങ്ങനെ എടുത്താൽ പാത്രത്തോടെ എടുത്തിട്ട് ഒറ്റയേറ പുറകിലേക്ക് അത് പോയിട്ട് അങ്ങോട്ട് പൊട്ടും. നമ്മൾ തിരിഞ്ഞു നോക്കാവുന്നതാണ്. അങ്ങനെ ആ എണ്ണയിലേക്ക് ആവാഹിച്ചിട്ട് എറിയുക ഈസ. അപ്പം ഇത് ചിലപ്പോൾ ഈ സോമയാഗമൊക്കെ നടക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. എന്താണെങ്കിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അതിനുശേഷം എങ്ങനെ യോഗവിദ്യയിൽ കൂടെ 2 തരത്തിൽ പെട്ടെന്നും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പെട്ടെന്നാണെങ്കിലും പടിപടിയായിട്ടാണെങ്കിലും മുക്തി കിട്ടാനുള്ള 2 മാർഗ്ഗങ്ങളെ പറഞ്ഞു കൊടുക്കണം. 2 അപ്രോച്ചുകൾ. ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, അതിനാണ് നമ്മൾ സദ്യോ മുക്തി എന്ന് പറയും. മറ്റേത് മെല്ലെ പോകുന്നത്, ഗ്രാജ്വൽ മുക്തി, ഗ്രാജ്വൽ ലിബറേഷൻ, ക്രമമുക്തി. ഇത് 2ഉം പഠിപ്പിച്ചു കൊടുക്കണം.
അതും വളരെ വിസ്തരിച്ചിട്ട്. പരീക്ഷിതാണെങ്കിൽ ഇതൊക്കെ അറിയാൻ ഇങ്ങനെ മനസ്സ് ആഗ്രഹിച്ചിരിക്കണ പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഭാഗത്ത്. അത് യോഗവിദ്യ വഴിയുള്ളതിൽ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ്. ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വലിക്കണം, നമ്മുടെ ഉള്ളിലേക്ക്. അതിനെ പ്രത്യാഹാരം എന്ന് പറയും. അത് കഴിഞ്ഞ് ധ്യാനിക്കണം, ഫോക്കസ് ചെയ്യണം. എന്നിട്ട് നമ്മളതിലേക്ക് അബ്സോർബ്ഡ് ആവണം. അബ്സോർബ്ഡായ സമാധിയായി. ഇങ്ങനെ ചുരുക്കി പറയുകയാണ് ഞാൻ. ഇതിനൊക്കെ പക്ഷേ ആദ്യം എന്താ, യമവും നിയമവും അഭ്യസിക്കണം. ഇന്ന് സ്ട്രെയിറ്റ് കയറിയിട്ട് ഐ ജോയിൻ യോഗാസന ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകാം അല്ലേ. അതാണ് ഈ യോഗാസനം പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ചുരുങ്ങിയത് 1 വർഷക്കാലം നിയമവും 2 വർഷക്കാലം യമവും അനുസരിച്ചിട്ട് വേണത്ര ഈ ആദ്യത്തെ പണികൾക്ക് അല്ല, പിന്നെയാണ് യോഗാസനം പഠിക്കുന്നത്. കാരണം ശരീരത്തിനെ ദീർഘനേരം നിശ്ചലമാക്കി നിർത്താനുള്ള വിദ്യയ്ക്കാണ്. മനസ്സിനെ നിലനിർത്തണമെങ്കിൽ ഇത് വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ യോഗനിദ്ര ചെയ്ത് വരുമ്പോൾ അത് എല്ലാറ്റിലും ഭഗവാനെ കണ്ട് നമ്മൾ ഗൃഹസ്ഥര രീതിക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞ് എല്ലാറ്റിലും ഭഗവാനെ കണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങാൻ അങ്ങനെ വന്ന് ശൈവമായിട്ട് അകത്തേക്ക് പോകും. പിന്നെ നമുക്കൊക്കെ അകത്തേ കാണുള്ളൂ. തന്നെ വരും, ഉള്ളിലേക്കാവും. അത് പുറത്ത് കണ്ട് ശീലിച്ചാൽ അകത്തേക്ക് തന്നെ വന്നിരിക്കും. ഹരിഹരനാവും. ഒരു സംശയവും വേണ്ട. ഗ്യാരൻ്റിയാണ്. അഭ്യസിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെത്തണ്ട, ചമ്രം പടിഞ്ഞിരിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. താനെ ധ്യാനം സംഭവിക്കും. അതിൻ്റെ ക്രമാനുക്രമമായിട്ടുള്ള ചിട്ടയായിട്ടുള്ളൊരു വിവരണം ഇവിടെ കൊടുക്കണം. അതിനുശേഷം ക്രമമുക്തിയെ പറ്റി പറയണം. ആ ക്രമമുക്തി എങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ഓരോ തട്ടായിട്ട് ആദ്യം ബ്രഹ്മലോകത്ത്, പിന്നെ ശിവൻ്റെ ലോകത്ത്, ഇങ്ങനെ പുണ്യത്തിനനുസരിച്ച് കയറി അങ്ങനെ പോകുന്നൊരു മുക്തി. ഇത് രണ്ടും ഉണ്ട് എന്ന് പറയാണ്ടാണ് ചില ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിൽ ഇത് ശരിയല്ല, അത് മാത്രമേ ശരിയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഒക്കുന്ന രീതിക്ക് പഠിക്കുക. നമ്മൾ ഒക്കുന്ന കോഴ്സിനല്ലേ പണ്ട് ചേരുള്ളൂ. അതുപോലെ നമുക്ക് നമ്മുടെ പൂർവ്വകർമ്മത്തിന് അനുസരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പൂർവ്വകർമ്മമാണ് നമ്മളെ സകലതെന്നും തടസ്സപ്പെടുത്തുക. ചിലർ ഉപാസനയെല്ലാം കൂടെ ഇറങ്ങി പുറപ്പെടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്തുണ്ടാവും, അതോടെ നിർത്തും. ഈശ്വര തുടങ്ങിയത് അബദ്ധമായി എന്ന് പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ കൂടുതൽ അബദ്ധമാവും. കാരണം കർമ്മം വേഗം കത്തുന്നത് കൊണ്ടാണ് ഈ അനുഭവം വന്നത്. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ കർമ്മം വേഗം കത്താൻ തുടങ്ങി. അപ്പോൾ ഒരു ദുരനുഭവമായിട്ട് വരും അത്. കാരണം 50 കൊല്ലം കൊണ്ട് അനുഭവിക്കേണ്ടത് അമ്മ അല്ലെങ്കിൽ ഭഗവാൻ 5 കൊല്ലം കൊണ്ട് അനുഭവിപ്പിക്കുകയാണ്. ഈ 5 കൊല്ലം കടക്കലാണ് പരീക്ഷണം. ഈ 5 കൊല്ലം കടന്നാലുണ്ടല്ലോ ഈ ചിട്ട വിടാതെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ രാജപാതയാണ്. അതാർക്കും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? കിട്ടിയ മന്ത്രത്തിനെ പകുതിയിൽ ഉപേക്ഷിക്കും, പകുതിയിൽ കളയും. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ, വീണ്ടും അതിൻ്റെ കൊടുക്കുകൾ. അതൊക്കെ വളരെ വിസ്തരിച്ച് പറയാനുള്ളതാണ്. അത് മരണശേഷം പോലും ഉപദ്രവമായി തീരാവുന്ന കൊടുക്കുകളാണതൊക്കെ. അത് കഴിഞ്ഞാൽ അതായത് ഈ ബ്രഹ്മലോകവും മറ്റ് ഓരോ ലോകങ്ങളിൽ കൂടെയുള്ള യാത്രകൾ പറഞ്ഞ് അതിനുശേഷം സദ്യോമുക്തി പറഞ്ഞു. സദ്യോമുക്തി എങ്ങനെ കിട്ടും പരീക്ഷത്തെ? വളരെ എളുപ്പമാണ്. ഭക്തി ഉണ്ടായാൽ മതി. ഭഗവാനോട് ഇങ്ങനെ സ്നേഹിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒന്നായി പോവുക. അത് സദ്യോമുക്തിയാണ്. പെട്ടെന്ന് കിട്ടുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ കെട്ടുവാങ്ങാൻ തുടങ്ങിയിട്ടുള്ള സകല ആൾക്കാർക്കും കിട്ടിയ സദ്യോമുക്തിയാണ്. ഇതിനൊക്കെ ക്രമമുക്തിയാണെങ്കിലും സദ്യോമുക്തിയാണെങ്കിലും വൈരാഗ്യം ശീലിക്കണം എന്നാണ് പഠിപ്പിച്ചു. ആ വൈരാഗ്യം ശീലിക്കേണ്ടതുമാണ്. ശ്രദ്ധ വെക്കേണ്ടത് ബ്രഹ്മത്തിലുമാണ്. ഭഗവാനിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക, വേറെ എവിടെയും ശ്രദ്ധ ചെതറാതിരിക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വൈരാഗ്യത്തെ വളർത്താനുള്ള മാർഗങ്ങളെ സൂചിപ്പിച്ച് നമുക്ക് ഏത് മാർഗമാണ് മുക്തിക്ക് ഗുണകരം, ക്രമമുക്തിയാണോ നമുക്ക് പറ്റിയത്, എനിക്ക് മെല്ലെ പോയാൽ മതി. ചിലർ എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, ഞാൻ ഗുരുവായൂർ പോയി, പിന്നെ ചോറ്റാനിക്കര പോയി, അവിടുന്ന് വൈക്കത്ത് പോയി, അവിടുന്ന് ഏറ്റുമാനൂർ പോയിട്ടേ ഞാൻ ശബരിമലയ്ക്ക് ഉള്ളു പറയും. ചിലരങ്ങനെയല്ല, രാവിലെ പോയി രാത്രി തിരിച്ചു വരും. ചിലർക്ക് പെട്ടെന്ന് ശബരിമല പോകണം, തിരിച്ചു വരണം അല്ലേ. അപ്പോൾ ഒന്ന് ക്രമമുക്തി, മറ്റേത് സദ്യോമുക്തി എന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായി. മറ്റേത് സ്റ്റോപ്പുകൾ കൂടും, അത്രയേ ഉള്ളൂ. എക്സ്പീരിയൻസസും കൂടും അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ബുദ്ധൻ്റെയൊക്കെ ജാതക കഥകളൊക്കെ ശരിക്കും ക്രമമുക്തിയാണ് പറയുന്നത്. ഓരോ ബോധിസത്വനായിട്ടും താൻ ജീവിച്ച കാലത്തെ മുഴുവൻ ബുദ്ധൻ ഓർത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ബുദ്ധനായത് ഒരു ഈച്ചയായിട്ടും പുഴുവായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ജനിച്ചപ്പോൾ ഉള്ളതിൻ്റെ ലെസൺസൊക്കെ ഓർത്ത് വെച്ച് വന്നതാണ് ബൗദ്ധത്തിൽ പറയണത്. ഈ ബോധിസത്വന്മാരുടെ കഥകളിലൊക്കെ ജാതക കഥകളെന്ന് പറയും. ഈ ജാതക കഥകൾ മുഴുവൻ ക്രമമുക്തിയുടെ കഥയാണ് ശരിക്കും. പിന്നെ ഭഗവാനെ ധ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണുന്നതിലെല്ലാം ധ്യാനിക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സമർപ്പണത്തിനെ ആത്മാർത്ഥമാക്കുക. നമ്മൾ വെറുതെ പറയുള്ളൂ ഒക്കെ ഗുരുവായൂരപ്പനാണ്, എന്നാലും നമുക്ക് സംശയമാണ്. എല്ലാം ഗുരുവായൂരപ്പനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തീ ചാടാൻ പറ്റണം. അപ്പോഴേ തീ ചാടിയ ആളെ പിടിക്കുകയുള്ളൂ.
അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ മൂപ്പരുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും എല്ലാവർക്കും സംശയമാണ്. എല്ലാവർക്കും സംശയമാണ്, ഉറപ്പാണ്. അത് 100%. അതില്ല, ആ സംശയം ഇല്ലായിരുന്നെങ്കിൽ നമ്മളാരും ഒന്നും ശരീരം എടുത്തിട്ട് ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഈ ശരീരം ഉണ്ടാവാൻ കാരണം കർമ്മം ബാക്കിയുള്ളതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ല. അദ്ദേഹം ഉണ്ട് എന്നുള്ള 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഈ ശരീരം ആവശ്യം വരില്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത്, എനിക്ക് തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഞാനിത് കുറച്ച് കാലത്തേക്ക് മറപ്പിക്കും, നിന്നെ മറവിയിലാക്കും. കാരണം നിനക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ഇത് ഓർത്ത് വെച്ചാൽ നീ ശരീരം കളഞ്ഞ് ഇപ്പം തന്നെ പോയി കളയുന്നു. ഈ ശരീരം കളഞ്ഞ് ഇപ്പം തന്നെ പോയി കളയെന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ അത് മറവിയിലാക്കിയിട്ടാണ് അത്ര അദ്ദേഹം ശരീരം പിടിച്ചത്. സമയമാകുമ്പോൾ ഓർമ്മ വന്നോളൂ. ഓർമ്മ വന്നിട്ട് 1 വർഷം പോലും തികച്ചിരുന്നില്ല സ്വാമിജി. 1 വർഷം പോലും തികച്ചിരുന്നില്ല. 41 വയസ്സോ 42 വയസ്സിലോ ശരീരം വിട്ടു. 22 വയസ്സോ 23 വയസ്സിലോ കിട്ടിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ സ്കന്ധത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭക്തിയുടെ സ്വഭാവങ്ങൾ, നിർഗുണമായിട്ടുള്ള ഭക്തി, സഗുണമായിട്ടുള്ള ഭക്തിയുടെ രൂപരേഖ അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അതിലാണ് വ്യത്യസ്ത ദേവതകളെയൊക്കെ നമ്മൾ ഓരോരോ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടി ഉപാസിക്കണതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അറിവ്, അതേപോലെ തന്നെ കർമ്മം, ഇത് 2 നമുക്ക് അറിയണ മറ്റ് 2 മാർഗ്ഗങ്ങൾ. കർമ്മത്തിൻ്റെ മാർഗ്ഗവും ജ്ഞാനത്തിൻ്റെ മാർഗ്ഗവും. അതിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ജ്ഞാനത്തിൻ്റെ മാർഗ്ഗത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരണ്ട് കിടക്കുന്നൊരു വസ്തുവാണ്, ഡ്രൈ ആണ്, അതിൽ സ്നേഹത്തിൻ്റെ സ്നിഗ്ധതയില്ല. അതുകൊണ്ട് ജ്ഞാനമാർഗം ഭക്തിയോടുകൂടി ചേർന്നിട്ടല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. അനുഭവം വന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആൾക്കാരത് ഉപേക്ഷിച്ചും പോകും. കർമ്മത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ഇല്ലെങ്കിൽ, ഇപ്പോൾ സമാജസേവ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് ഒരു അമ്മ എൻ്റെ അടുത്ത്, ജ്ഞാനപാന എൻ്റെ പ്രഭാഷണം ഒരു സീരീസ് ഉണ്ടായി TDM ഹാളിൽ എറണാകുളത്ത് ഈ കഴിഞ്ഞ നവംബറിൽ. അവിടെ ഒരു വളരെ പ്രായമുള്ളൊരമ്മ, വളരെ ആരാധ്യമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സണ്ണിൻലോ, അദ്ദേഹത്തിന് തന്നെ വയസ്സ് 67 അദ്ദേഹം ഒരു നല്ലൊരു ഡോക്ടറാണ്, ദൈവവിശ്വാസിയൊന്നുമല്ല, അമ്പലത്തിലൊന്നും പോവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സൽക്കർമ്മമാണ്, അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടുന്ന അദ്ദേഹം എപ്പോഴും പറയും. പക്ഷേ അമ്മായിയമ്മയ്ക്ക് വിശ്വാസമില്ല, മരുമകൻ അങ്ങനെ കിട്ടുമോ, അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ആ പാവ അമ്മ എന്നോട് വന്ന് ചോദിച്ചു, മോനെ എൻ്റെ മരുമകൻ പറയുന്നുണ്ട് അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവന് മോക്ഷം കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടില്ല, ഉറപ്പാണ് കിട്ടില്ല. അദ്ദേഹത്തിന് ഉയർന്ന ലോകങ്ങൾ കിട്ടും, ഒരു സംശയമില്ല. പുണ്യമായിട്ടുള്ള അനവധി ലോകങ്ങൾ, ചിലപ്പോൾ അദ്ദേഹം ദേവനായിട്ട് ജനിക്കും കുറച്ച് കാലത്തേക്ക്. മോക്ഷം കിട്ടില്ല. മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്താലും ശരി, പാപം ചെയ്താലും ശരി, അതിൻ്റെ കർത്തൃത്വ ബോധം, ഞാൻ സൽക്കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധം കളയണം. അതുകൊണ്ടാണ് ഈ സമാജസേവയിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും സമൂഹ സേവകരുടെയും ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കരുതുമോ ഇവർക്കൊന്നും ഇനി മരണത്തിന് ശേഷം ജനനം ഉണ്ടാവില്ല എന്ന്. അവർ ജനിച്ചിരിക്കും, കാരണം ഞാൻ ചെയ്തു എന്നവർ കരുതുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ഫ്ലെക്സ് വയ്ക്കും, ഒരു പൈപ്പ് മാറ്റിയാൽ മതി റോഡ് സൈഡിൽ, അപ്പോൾ ഫ്ലെക്സ് വയ്ക്കും. അപ്പോൾ കർത്തൃത്വബോധം അത്ര അധികമാണ്. അപ്പോൾ കർത്തൃത്വബോധം ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ പറഞ്ഞത്, ബ്രഹ്മത്തേക്ക് സമർപ്പിക്കാൻ. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന മാതിരി ഗുരുവായൂരപ്പൻ്റെ ഈ രൂപം, അതും മായയാണ്. രൂപത്തിലേക്കല്ല, ബ്രഹ്മത്തിലേക്ക്, അചിന്ത്യമായിട്ടുള്ള ബ്രഹ്മത്തിലേക്കാണ് സമർപ്പിക്കാൻ പറഞ്ഞത്. ഭഗവാൻ തന്നെ അത്, ആ ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അതിനെ നമ്മുടെ കർമ്മത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളൂ. ഇല്ലെങ്കിൽ അത് രൂപത്തിലേക്ക് സമർപ്പിച്ചാൽ ആ രൂപത്തിലുള്ള ചൈതന്യത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സഹസ്രകലശാദികൾ നടത്തുന്നത്. നമ്മൾ ഈ കൊട്ടണ നെഗറ്റിവിറ്റി കുറയ്ക്കാനാണ്. ബാധകൾ ഭഗവാന് വരുന്നുണ്ട്, പ്രേതങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഭഗവാനെ ശപിക്കുന്നുണ്ട് ആൾക്കാർ. പ്രാർത്ഥിച്ചിട്ട് നടക്കാണ്ട് പോകണവർ പ്രാഗിയിട്ട് പോകും. ഇതൊക്കെ ഭഗവാൻ അടിക്കുന്നുണ്ട്. അത് എങ്ങനെ അടിക്കണം എന്നുള്ളത് സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ തൊലിയുടെ മുകളിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലുള്ള വരകളാണെന്നാണ്. ഭഗവാന്റെ ശരീരം മുഴുവൻ മുറിവായിരിക്കും. അപ്പോൾ 12 കൊല്ലമൊക്കെ കലശം നടത്താത്ത സ്ഥലങ്ങളിലോ, അപ്പോൾ 100 കണക്കിന് വർഷമായിട്ട് കലശം നടത്താത്ത ആ ദേവതയുടെ അവസ്ഥ എന്താ? എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുക? ശുദ്ധാത്മാ സ്വരൂപത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലാണ്, ശിവൻ്റെ സ്ഥലങ്ങളാണ്. ശിവക്ഷേത്രങ്ങൾക്കാണ് എപ്പോഴും ശാപം ആദ്യം ബാധിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാപം കൊണ്ട് പാഴടഞ്ഞു പോയി എന്നാണ് പറയുക ശിവൻ്റെ അമ്പലങ്ങൾ. ശിവൻ്റെ അമ്പലത്തിൽ കാരണം ശിവൻ എല്ലാം അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് സ്പോഞ്ച് പോലെയാണ് ആ ദേവതാ ചൈതന്യം. മാത്രമല്ല, ഭഗവാന്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആദ്യത്തെ മെൻഷൻ വരുന്നത് ഇവിടെയാണ്. ഭഗവാൻ നാമത്തിൻ്റെ ശക്തി. അതേപോലെ തന്നെ
ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഭഗവാനെ ഭജിക്കുന്നതിനും നിഷ്കാമമായിട്ട് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭജിക്കുന്നതിനും ഉള്ള വ്യത്യാസം സൂചിപ്പിച്ച് വയ്ക്കണം. പരീക്ഷത്തിനെ ഒരു ഭക്തനാക്കിയിട്ട് മാറ്റിയിട്ടാണ് ഇനി ജ്ഞാനവും വൈരാഗ്യവും കൊടുക്കാൻ പോകണം. അതിനാണ് ഇവിടെ ഭക്തി വിഷയം പറയുന്നത്. ഭക്തിയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മളെപ്പോഴും കരിങ്കല്ലുകൊണ്ട് നല്ല ഫൗണ്ടേഷൻ ഇട്ടിട്ടല്ലേ ഇഷ്ടിക കൊണ്ട് വീട് പണിയുള്ളൂ. ആ കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ ഇടലാണ് ഈ ഭക്തിയുടെ ഫൗണ്ടേഷൻ. അതിൻ്റെ മുകളിൽ വേണം ജ്ഞാനവും വൈരാഗ്യവും കൊണ്ട് വീട് പണിയാൻ. ഇവിടെ ഭക്തിയുടെ ഫൗണ്ടേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് എന്നിട്ട് പറയും ഭക്തിയാണ് പ്രധാന മാർഗം. ആ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ അത് കറക്റ്റായിട്ടാണ് പോകണമെങ്കിൽ താനെ അതിൻ്റെ മക്കളായിട്ട് ജ്ഞാനവും വൈരാഗ്യവും വരും. ജ്ഞാനവും വൈരാഗ്യവും വരാത്ത ഭക്തി അല്ല. അതുകൊണ്ട് ഭക്തിമാർഗ്ഗമാണോ വലുത് ജ്ഞാനമാർഗ്ഗമാണോ വലുത് എന്നൊന്നും പറഞ്ഞിട്ട് തമ്മിൽ തല്ലണ്ടാന്ന്. ഒന്നൊന്നിൻ്റെ ക്രമമായിട്ട് വരേണ്ട കാര്യമാണ്. അത് വന്നിരിക്കണം. ഭക്തിയുടെ വേറൊരു ഗുണം, അത് വളരെ ലളിതമായ മാർഗ്ഗമാണ്. ഭഗവാന്റെ നാമം അത് ലളിതമാണ്. പക്ഷേ സംസാരത്തിൻ്റെ മറുകര കടത്താൻ അതിലും കവിഞ്ഞ് വലിയൊരു നാമം വേറെയില്ല. നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൻ്റെ നിസ്സാരതയെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം ഭഗവാനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ആക്സസിബിലിറ്റി എന്താ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭഗവാൻ ഒരു കാര്യത്തിലാണ് തോൽവി, നമ്മളെ അദ്ദേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ആക്സസ് ചെയ്യണതിനെക്കുറിച്ച് ടെൻഷനേ വേണ്ട. നാമം എടുത്താൽ തന്നെ അവിടെ വന്നു. അജാമിളൻ്റെ കഥയൊക്കെ അതാണല്ലോ പഠിപ്പിക്കണത്. നാമം എടുത്താൽ തന്നെ അവിടെ വന്നു. ഇപ്പം ഈ പറഞ്ഞു കൊടുക്കണതിനൊക്കെ ഇനി കഥകളായിട്ട് വരും. ഇത് തിയറി ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ പഠിപ്പിക്കുന്നതാണ് ഇനി വരുന്ന അവസാനത്തെ സ്കന്ധം വരാൻ പോകുന്നത് ഈ പറയണതിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ സൈഡുകളാണ്. അതുകൊണ്ട് എപ്പോഴും ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ഈശ്വരോന്മുഖമാക്കുക. നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കണമെങ്കിലും ഭഗവാന് വേണ്ടി ഒരു വീട് എന്ന് സങ്കല്പിക്കുക. ഭഗവാന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മുടെ കർത്തൃത്വ ബോധം പോകുന്ന പറഞ്ഞു. ആ കർത്തൃത്വ ബോധം ഭഗവാനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെ അത് പിന്നെ ബന്ധിക്കില്ല. വാസനയുടെ വിത്ത് അപ്പം തന്നെ വറുത്ത അവസ്ഥയിലാവുമ്പോൾ അനുകൂല സാഹചര്യം വന്നാൽ പോലും പ്രലോഭനം വന്നാൽ പോലും അത് മുളയ്ക്കില്ല. അല്ലാത്തത് എത്ര ജന്മം കഴിഞ്ഞാലും മുളയ്ക്കും. എങ്ങനെയാണ് ഒരു അനുഭവം വാസനയാവണമെന്ന് വെച്ചാൽ, മുൻപൊരു വാസന ഉണ്ടായിരുന്നു, ആ വാസന ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ആഗ്രഹമായിട്ട് മാറും. ആ ആഗ്രഹത്തിനെ നടപ്പിലാക്കാനുള്ള പദ്ധതി എന്താണെന്ന് ബുദ്ധി ചിന്തിക്കും. ആ പദ്ധതി ഉണ്ടാക്കിയതിന് ശേഷം അത് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ നമ്മൾ നടപ്പിൽ വരുത്തിയിട്ട് ആ ഈവൻ്റ് ഉണ്ടാക്കും. ഈവൻറ്റിനെ നമ്മൾ അനുഭവിക്കും, അനുഭവത്തിന് ഉള്ളിൽ വയ്ക്കും, അനുഭവം വീണ്ടും വാസനയായിട്ട് സൂക്ഷിക്കും, വീണ്ടും ഈ ചക്രം തുടരും. ഇങ്ങനെ ജന്മജന്മങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു പാടാനൊന്നും കഴിവില്ലാത്ത വീടുകളിൽ പാട്ട് പാടുന്ന കുട്ടികൾ ജനിക്കുന്ന കണ്ടിട്ടില്ലേ? ചിത്രം വരയ്ക്കാൻ അറിയാത്തവരുടെ, ഞാൻ നല്ല ഗുണങ്ങളുടെ കാര്യമാട്ടോ പറഞ്ഞത്, നല്ല ഗുണങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഴിവുകൾ ചില വ്യക്തികളിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊലിഞ്ഞു വരണം, അങ്ങനെ വിടർന്നു വരണത് ഈ വിത്ത് മുളയ്ക്കണേ. അങ്ങനെ വിത്ത് വറുത്ത് മാക്സിമം വിത്ത് വറുത്ത് വെച്ചാൽ പിന്നെ ഒന്നും മുളയ്ക്കില്ല എന്നാണ് ശുഭമഹർഷി സൂചിപ്പിച്ച് വയ്ക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്രമമുക്തിയാണെങ്കിലും സദ്യോമുക്തിക്കാണെങ്കിലും ഉള്ള മാർഗങ്ങൾ സുഗമമാവും. ക്രമമുക്തിയെ പോലെ തന്നെ സദ്യോമുക്തി പറഞ്ഞവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വിഹംഗഗതി എന്ന് പറയും. ഒരു കുരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ടക്ക് അങ്ങോട്ട് ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോകണ മാതിരി നമ്മൾ വിചാരിക്കാത്ത സമയത്ത് അത്ര മുക്തി സംഭവിക്കുക. നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇത്ര ആയാലാണ് എനിക്ക് മുക്തിയാവുക, ഇത്ര ആയാലും അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. രമണ മഹർഷി ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നതാണ് കോലായിൽ, ഒരു ഇറയത്ത് കിടന്നതാ. പെട്ടെന്ന് തോന്നി താൻ മരിക്കുകയാണ്. ശരീരം വിട്ടോ ഏറണമാതിരി തോന്നി, തന്നെ കാണുകയും ചെയ്യാം. എന്നാൽ അപ്പം ഞാനുണ്ടോ, മരിച്ചാലും ഞാനുണ്ട് എന്നുള്ള ബോധം കേവലാനുഭവമായിട്ട് വന്നു അദ്ദേഹത്തിന്. അത് വന്നതോടുകൂടി ജ്ഞാനിയായി 13-ാമത്തെ വയസ്സിൽ. അത് അനുഭവത്തിൽ വരണം, അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് എന്തോ റോക്കറ്റ് സയൻസ് ആണെന്നാണ്. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ മധുരത്തിനെക്കുറിച്ച് എസ്സേ എഴുതി കളിച്ചുകൊണ്ടിരിക്കുന്നു, അവരൊക്കെ പഞ്ചസാര പാത്രത്തിൽ ഒരു സ്പൂൺ എടുത്തിട്ട് വായിലിട്ടിട്ട് ഇതാണ് മധുരം എന്ന് പറഞ്ഞു. ഇത്ര വ്യത്യാസമുള്ളൂ. നമ്മുടെ മുന്നിൽ പഞ്ചസാര പാത്രമുണ്ട്, എടുത്ത് കഴിക്കുന്നില്ല നമ്മൾ. അതിന് പകരം ചർച്ചകൾ ചെയ്യണു, വാദപ്രതിവാദം നടത്തണം, സമയം കളയണം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങളെ ഉദ്ഘോഷിക്കുക, ഭഗവാന്റെ സ്വരൂപത്തെ സമസ്ത ജീവരാശികളിലും കാണാൻ പഠിക്കുക എന്നുള്ള ഈ രണ്ട് പ്രക്രിയയാണ് അതിലത്തെ ടേക്ക് അവേസ്. ശരിക്കും അത്രയും നേരത്തെ ആ ഒരു വലിയൊരു ഖണ്ഡത്തിലെ ചോദ്യോത്തരങ്ങളുടെ ആകത്തുക. അതിനുശേഷം
സൃഷ്ടിക്രമത്തിനെക്കുറിച്ച് പറയേണ്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പരീക്ഷത്ത് അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭഗവാന്റെ മായ എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാൻ ഈ നിർഗുണനാണെങ്കിലും നിരാകാരനാണെങ്കിലും ഈ ജഗത്തിൽ വർത്തിക്കുന്നത്, ഇതിൻ്റെ രഹസ്യം എന്താ, ഇതൊക്കെ അറിയണം. അപ്പോൾ നമുക്കൊക്കെ അറിയേണ്ട ഒരു ആഗ്രഹമാണ്. നമ്മളും കരുതുന്നുണ്ട്, പറയുന്നുണ്ട് ഭഗവാൻ നിരാകാരനാണ്, പിന്നെന്താ ഇങ്ങനെ 4 കൈയുള്ള രൂപത്തിലുണ്ടല്ലോ, 8 കൈയുള്ള രൂപത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഭഗവാൻ ഇന്ന ലീലകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇതെങ്ങനെയാണ് ഒരേ സമയം ഇത് രണ്ടുമായിട്ടിരിക്കാൻ ഒരാൾക്ക് സാധിക്കുക, അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ച് ഹരിസ്മരണം ചെയ്തിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ്, ഒരു ശ്ലോകമുണ്ട്. ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം ഇതൊക്കെ ശരിക്കും നടത്താൻ ഭഗവാൻ സത്വം രജസ് തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ബ്രഹ്മവിഷ്ണു ശിവന്മാരുടെ രൂപം ധരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തു. ഇത് ചുരുക്കി പറയാം. അങ്ങനെയുള്ള ഭഗവാന്റെ യഥാർത്ഥ വിഭൂതി വർണ്ണിക്കാൻ വിഷമാണ്. എന്നാലും പരീക്ഷത്തെ മൂപ്പരെക്കുറിച്ച് ഏതാണ്ടൊരു ബോധം കിട്ടണ വിധത്തിൽ ഒരു ശ്ലോകം ഞാൻ പറയാം. ഈ ശ്ലോകം കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ശ്ലോകം. കാരണം ഈ ശ്ലോകം മനസ്സിലായാലേ ഭഗവാന്റെ ആ വിവാഹങ്ങളുടെ രഹസ്യം മനസ്സിലാവുള്ളൂ, രാസക്രീഡ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ മനസ്സിലെ വൃത്തികേട് വെച്ചിട്ട് അതിനെ അതിൻ്റേതായിട്ടുള്ള വൈകല്യങ്ങളിൽ മാത്രമേ അത് കാണുള്ളൂ. ആ ശ്ലോകം ഇതാണ്: ശ്രിയപ്പതിർ യജ്ഞപതി പ്രജാപതിർധിയാംബതിർ ലോകപതിർധരാപതി പതിർഗതിശ്ചാന്തക വൃഷ്ണി സത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതി. ലക്ഷ്മീപതി, യജ്ഞങ്ങളുടെ പതി, പ്രജകളുടെ പതി, ബുദ്ധികളുടെ സാക്ഷി, സമസ്ത ലോകങ്ങളുടെയും രക്ഷകൻ, ഭൂമിയുടെ നാഥൻ, അന്ധകവൃഷ്ണി ഈ സാത്വത വംശങ്ങളുടെയൊക്കെ ആ യാദവന്മാരുടെ മുഴുവൻ നായകൻ, സജ്ജനങ്ങളുടെ ആശ്രയം, അങ്ങനെയുള്ള ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതായത് പരീക്ഷത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു സ്തുതി പറയുകയാണ്. വാസ്തവത്തിൽ അതിൻ്റെ അകത്താണ് അതിൻ്റെ ഉത്തരം ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉത്തരം വെച്ചിട്ടുണ്ട്. അതാണ് ഹരിസ്മരണം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയാൻ കാരണം. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പുരുഷന് ഭിന്ന രീതിയിലുള്ള ലീലകളുണ്ടാവാം. ലീലാരഹസ്യം ഇരിക്കുന്ന ശ്ലോകതാണ്. ഭഗവാന്റെ ലീലാരഹസ്യം ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ഇതിനെ എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം സമയം കിട്ടുമ്പോൾ ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം വായിക്കുക, വീണ്ടും വായിക്കുക, ഈ ശ്ലോകം വീണ്ടും വായിക്കുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവനവന് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അത് മനസ്സിലാവേണ്ടത് അത് ഉണ്ടായി വരും. കോൺടംപ്ലേറ്റ് ചെയ്യാൻ, ധ്യാനിക്കാൻ പറ്റിയ ശ്ലോകമാണ്. അതുകൊണ്ട് ഞാനതിനെ കൂടുതൽ വിസ്തരിച്ചിട്ട് എൻ്റെ കാഴ്ചപ്പാടിനെ നിങ്ങളുടെ മനസ്സിൽ കലർത്തില്ല. അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായി ഓരോരുത്തർക്കും നവമായിട്ട് പ്രതിനിമിഷ നവീനായ ഭർത്രേ അല്ലേ നാരായണീയത്തിൽ പറയണം. ഓരോ തവണ നോക്കുമ്പോഴും പുതുതാണ് തോന്നണ മാതിരി. എങ്ങനെയാണ് തോന്നണത്? നമ്മൾ മനനം ചെയ്യുമ്പോഴാണ് തോന്നാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അറിയില്ല. ശരിയാണ്, ഗുരുവായൂർ ഇപ്പോൾ നമ്മൾ എത്ര നേരം ഇങ്ങനെ നോക്കി ഫുൾ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് മാറ്റിയിട്ട് ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ കണ്ടാൾ പിന്നെയും മാറിയോ തോന്നും. അത് മൂപ്പരുടെ ഒരു കളിയാണ്, മായയാണത്. പക്ഷേ ഇതിൻ്റെ തത്വാർത്ഥം എടുക്കുമ്പോൾ ഭഗവാനെ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ചിന്തിക്കുക കുഴിച്ചെടുക്കുക. രത്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അകത്തുനിന്ന്. അത് അകത്തുനിന്ന് വരണം. ആരും പുറത്ത് വന്നിട്ട് ആരും എഫർട്ട് ഇടുന്നില്ല. നമ്മളിപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമപ്പെട്ട് ഇപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവർക്കും വരാൻ സാധിച്ചു. ഇന്ന് മുഴുവൻ ഇരുന്നിട്ട് ഇവിടെ കഥ കേൾക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് സാധിക്കില്ല. ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും സാധിക്കില്ല. മറ്റന്നാളും സാധിക്കില്ല. അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ തിരക്കാവും. നമ്മളൊക്കെ പല വഴിക്ക് പിരിഞ്ഞു പോകും. ഇവിടുന്ന് എന്ത് ടേക്ക് അവേ നിങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇവിടെ ഇരുന്ന് കേട്ടതിൻ്റെ ഫലത്തെ നിശ്ചയിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കണമെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇത്ര കട്ടിയായിട്ട് പറയണു എന്ന് ചിന്തിക്കേണ്ട. അപ്പം പണ്ട് പരീക്ഷത്ത് ഈ എന്താ പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ശ്ലോകം പറഞ്ഞതിന് ശേഷം പറയുക, ഒരു പുരുഷൻ ഭിന്നപ്രകൃതികളുമായിട്ടുള്ള, അതായത് ഒരാൾ ഓരോരുത്തരുടെ അടുത്ത് ഓരോ രീതിയിലല്ലേ. ഇപ്പം നോക്കൂ, ഒരു പുരുഷനുണ്ട്, അയാളുടെ അമ്മയുടെ അടുത്ത് മകനാണ്, അച്ഛൻ്റെ അടുത്തും മകനാണ്. പക്ഷെ അമ്മയുടെ മകനല്ല, അച്ഛൻ്റെ മകൻ. ചെറിയ വ്യത്യാസമുണ്ട്. ഭാര്യ അടുത്ത് ഭർത്താവാണ്, കാമുകിയുടെ അടുത്ത് കാമുകനാണ്, മക്കളുടെ അടുത്ത് അച്ഛനാണ്. അതിൽ തന്നെ മകൾക്കുള്ള അച്ഛനും മകനുള്ള അച്ഛനും വേറെയാണ്. ഓഫീസിൽ പോയാൽ വേറൊരാളാണ്. ഇതൊക്കെ ആ വ്യക്തിയുടെ ലീലയാണ്. അതേപോലെ ഭഗവാൻ ബന്ധപ്പെടുന്ന ഓരോ വസ്തുക്കളോടും അതിനനുസരിച്ചിട്ട് മാറ്റം വന്നു. മറക്കരുത്, ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഗുരുവായൂരപ്പനുണ്ടെന്ന് അല്ലേ. അപ്പോൾ ഭിന്ന രീതിയിൽ ഭിന്നപ്രകൃതികളോടുള്ള ഭഗവാന്റെ ലീലയാണ് രാസക്രീഡ എന്ന് വിളിക്കുന്നത്.
ആ ലീലയുടെ രസം എടുക്കുന്നത് കൊണ്ട്, ബ്രഹ്മരസം, ബ്രഹ്മാനന്ദത്തെ നുകരുക വ്യത്യസ്ത പ്രകൃതികളിൽ നിന്നിട്ട്, അതാണ് രാസക്രീഡ. അതിൻ്റെ യഥാർത്ഥ ഭാവം വരണത് എവിടെയാണെന്ന് വെച്ചാൽ 10ാമത്തെ സ്കന്ധത്തിലാണ്. ദശമസ്കന്ധത്തിലാണ് അതിൻ്റെ യഥാർത്ഥ സുഖം കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ നിരോധലീല എന്ന് പറയും. ഈ നേരത്തെ പറഞ്ഞ പ്രണാളികകളിൽ ഭാഗവതത്തിൻ്റെ തൂണുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ദശമസ്കന്ധം നിരോധം എന്ന് പറഞ്ഞാണ്. അതിലാണ് സകലതും കൊണ്ടായിട്ട് അങ്ങോട്ട് ചേർത്ത് ലയിപ്പിച്ച് കളയും. നമ്മളെ അതിൽ അങ്ങോട്ട് മയക്കി ആ രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടേ, അതായത് ഇത്ര നേരം തിയറി പഠിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് അനുഭവം തരികയാണ്. അനുഭവം തന്ന പ്രത്യേകിച്ച് ആ വൃന്ദാവനം വിട്ടു പോണ വരെയുള്ള ആ 9-10 വയസ്സ് വരെയുള്ള കാലത്ത് കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ കൊണ്ട് അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് ബൈൻഡ് ചെയ്യും. അതിലങ്ങോട്ട് കെട്ടിയതിന് ശേഷമാണ് പിന്നെ ഉദ്ധവോപദേശത്തിന് നമ്മളെ തയ്യാറാക്കണം ഭഗവാൻ. ഉദ്ധവോപദേശത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഭാഗവത ശ്രവണം കൊണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചതുപോലെ തന്നെ പണ്ട് ബ്രഹ്മാവിനോടും ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഭഗവാന്റെ അസ്തിത്വം കൊണ്ട് പലതും സൃഷ്ടിക്കണു എന്നൊക്കെ പറഞ്ഞ് വിസ്തരിച്ചിട്ട് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ ചതുശ്ലോകിയുടെ ഭാഗം വരണത്. വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. നമുക്ക് 15 മിനിറ്റ് കൊണ്ടൊന്നും ചതുശ്ലോകി എവിടേക്ക് ആവില്ല. എന്നാലും ഞാൻ അതിൻ്റെ വാച്യാർത്ഥം മാത്രം കുറച്ചൊന്ന് പറഞ്ഞ് പോകാം. അതായത് ഈ പുരുഷസൂക്തം വഴിയുള്ള ഭഗവാന്റെ ശരീരവർണ്ണന, പുരുഷസൂക്തത്തിൽ പറയുന്ന പ്രകാരമുള്ള ഭഗവാന്റെ ശരീരവർണ്ണന, പ്രത്യേകിച്ച് സ്വർഗം, ഉയർന്ന ലോകങ്ങൾ ഭഗവാന്റെ ശിരസ്സാണ്, സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്, വായുവാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസം, അദ്ദേഹത്തിൻ്റെ വയറ്, ഉദരം സമുദ്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ധ്യാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് മഹാദേവനുണ്ട്. ഭൂപാദൗ യസ്യനാവി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ധ്യാനത്തിൽ ഇപ്പുറത്തുമുണ്ട്. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിർ നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഘടകുസുമം ചന്ദ്രവാഹിനിയർക്ക നേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ്റെ ഉണ്ട് ശ്രീരുദ്രൻ ചെല്ലുമ്പോൾ. ഇത് രണ്ടും ഒന്നാണ്. അതായത് പ്രപഞ്ചത്തിനെ മുഴുവൻ എടുത്തിട്ട് ഭഗവാന്റെ ശരീരമായിട്ട് സങ്കല്പിക്കാൻ പഠിപ്പിക്കുന്ന ധ്യാനങ്ങളാണ് അതൊക്കെ. അത് വിസ്തരിച്ചിട്ട് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ ലീലാവതാരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുന്നത്. ആ ലീലാവതാരങ്ങളൊക്കെ പറയുമ്പോൾ എന്തിനാ ഈ ലീലാവതാരങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്തിന് അവതരിച്ചു എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കില്ല. അത് 5 തരത്തിൽ പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം, കലാവതാരം, മന്വന്തരാവതാരം എന്ന് പറഞ്ഞിട്ട് 5 തരത്തിലുള്ള അവതാരങ്ങളെ പറയുന്നുണ്ട്. 5 കാറ്റഗറികൾ ഓഫ് അവതാരങ്ങളിൽ. ആ 5 കാറ്റഗറികൾ ഓഫ് അവതാരങ്ങൾക്കും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൽ ഭഗവാന്റെ ഗുണാവതാരം എന്താണെന്ന് ചോദിച്ചാൽ, പുരുഷാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊന്നേ ഉള്ളൂ, അത് വിശ്വരൂപമാണ്. അത് ഗീതയുടെ 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് ഭൂമ എന്ന് വിളിക്കുന്നത്. ഭൂമ എന്ന് പേരുള്ള അതിനാണ്. ആ ഭൂമാവിനെയാണ് സന്താനഗോപാലത്തിൽ ഭഗവാനും അർജുനും കൂടെ പോയിട്ട് കാണുന്നത്. തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയീശനായിട്ടിരിക്കുന്നത് ആ ഭൂമാവാണ്. നമ്മൾ സന്താനഗോപാലമൂർത്തി എന്ന് പറയും ആ ഭാവത്തിനെ. ആ ഭഗവാനാണ് ഭൂമാവിനെ കാണുക എന്നാണ് പറയുന്നത്. ഭൂമാ അവതാരം എന്ന് പറഞ്ഞാൽ പുരുഷൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ. എന്താ ഈ പുരുഷൻ? പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. പുര ഏതാ? ശരീരം, നമ്മുടെ ശരീരം. അതിൽ ശയിക്കുന്നവൻ. എവിടെ അവൻ ശയിക്കണത്? ഹൃദയ, അവൻ ഇരിക്കുന്ന സ്ഥലം, ഹൃദയത്തിൽ. അത് അങ്ങനെയുള്ള പുരുഷനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ജഗന്നാഥപുരിക്ക് പുരി എന്ന് പേര്. അവിടെ പുരുഷനാണ്. അതുകൊണ്ടാണ് ശരീരം മാറണത്. 12 കൊല്ലം കൂടുമ്പോഴും 9 കൊല്ലം കൂടുമ്പോഴൊക്കെ വിഗ്രഹം മാറിക്കൊണ്ടേയിരിക്കും. അവിടെ ചൈതന്യത്തിനെ പെർമനൻസ് ഉള്ളൂ. നമ്മളെ മാതിരി ജനിക്കണു, ജീവിക്കണു, മരിക്കണു, ശവസംസ്കാരവും ഒക്കെ ഉണ്ട്. പനിയും വരും ഇടയ്ക്ക്. വർഷത്തിൽ ഒരിക്കൽ 15 ദിവസം പനിയുണ്ട് മൂപ്പർക്ക്. കഷായമൊക്കെ കൊടുക്കും. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ അവിടെ ആരാധിക്കുന്നത് പുരുഷനെയാണെന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ഗുണാവതാരം. എന്താ ഗുണാവതാരം? 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങളായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ 3 ഗുണാവതാരം വന്നു. അതിനുശേഷം ലീലാവതാരങ്ങൾ വരുന്നു. ആ ലീലാവതാരങ്ങളിൽ 1ാമത്തത് ഇന്ന് സന്ധിക്ക് വരും. വരാഹകൽപ്പത്തിൻ്റെ തുടക്കത്തിൽ വരാഹാവതാരം ഭഗവാൻ എടുത്തു. നോക്കൂ, ആ ലീലാവതാരത്തിൽ നമ്മൾ സാധാരണ എന്തൊരു വൃത്തികെട്ട മൃഗാണെന്ന് പറഞ്ഞൊരു സാധനമാണ് പന്നി, അല്ലേ? ഞാൻ പെട്ടെന്ന് ചേട്ടൻ പെട്ടെന്ന്. അപ്പോൾ വരാഹാവതാരത്തിൻ്റെ അതിൽ പോലും ഭഗവാന്റെ ചൈതന്യത്തിനെ കാണാൻ പഠിപ്പിക്കാനാണ് അത് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ കൊല്ലണത് ഹിരണ്യാക്ഷനെ? നാളെ അവതാരം പറയുമ്പോൾ ഒന്നുകൂടെ പറയാം. ബാക്കിലത്തെ കാലിൽ ഇങ്ങനെ കുത്തി നിന്നിട്ട് മേലത്തൊക്കെ നമ്മൾ ചെകിടത്തൊന്നും കൊടുത്തിട്ടാണ് കൊല്ലണത്. പന്നി അടിക്കണുണ്ടോ? കൈകൊണ്ട് ഇങ്ങനെ അടിക്കുക ചെയ്യുക. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ ചെകിട് കുറ്റി നോക്കിയിട്ടൊന്ന്, ചക്രമൊന്നും കൊണ്ടൊന്നുമല്ല കൊന്ന്, തേറ്റ കൊണ്ട് കുത്തിയിട്ടില്ല, ചെകിടത്തടിച്ചിട്ടാണ് കൊന്നത്. ഒറ്റടി കഴിഞ്ഞു.
വലിയ യുദ്ധമൊക്കെ നടക്കും, ഭഗവാനെ വയ്യാണ്ടാവും, ഹിരണ്യാക്ഷൻ അത്ര ഗംഭീരനാണ്. പക്ഷേ അവസാനം കൊല്ലണം എങ്ങനെയാ ചോദിച്ചാൽ ചെകിടത്തടിച്ചിട്ടാണ്. ആൻറ്റി ക്ലൈമാക്സ് ആയിപ്പോയി. നമ്മൾ ഭയങ്കര ക്ലൈമാക്സൊക്കെ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ചെകിടത്തിൽ ഒറ്റടി അങ്ങനെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഈ വരാഹകൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ലീലാവതാരം വരാഹാവതാരമായിരുന്നു. ആ ലീലാവതാരങ്ങളാണ് ഭാഗവതത്തിൻ്റെ ഒരു ക്രീമിൽ നിൽക്കുന്നത്. അതിനുശേഷം ഹരിയായിട്ട് ജനിച്ചു. ആരാ ഹരി? ഗജേന്ദ്രനെ രക്ഷിച്ച ഹരി. കപിലൻ ആയിട്ട് ജനിച്ചു. ഈവൻ ശരിക്ക് ധ്രുവൻ്റെ മുന്നിൽ വരണതും ഭഗവാൻ പൂർണ്ണരൂപത്തിലല്ല, പൃശ്നിഗർഭനായിട്ടാണ്. പൃശ്നിയുടെയും സുതപസ്സിൻ്റെയും പുത്രനായിട്ട് ജനിച്ച പൃശ്നിഗർഭനാണ് ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഈ ഗുരുവായൂരത്തെ വിഗ്രഹം ആരാധിച്ചിട്ട് ആദ്യം ജനിച്ച മകൻ. പിന്നത്തെ ജന്മത്തിലാണ് വാമനൻ ജനിക്കുന്നത്, കശ്യപനും അതിഥിക്കും. മൂന്നാമത്തെ ജന്മത്തിലാണ് വസുദേവനും ദേവകിക്കും കൃഷ്ണൻ ജനിക്കുന്നത്. ഈ വിഗ്രഹത്തിനെ ആരാധിച്ചിട്ടാണെന്നാണ് വിഗ്രഹമഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഹരി ജനിച്ചു, കപിലൻ ജനിച്ചു. സ്വന്തം അമ്മയ്ക്ക് ജ്ഞാനോപദേശം ചെയ്ത സാഖ്യയോഗത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള കപില മഹർഷി. അത് കഴിഞ്ഞ് ദത്താത്രേയ, അത്രിയുടെ പുത്രനായതുകൊണ്ട് ദത്താത്രേയ മഹർഷി, സനകാദികൾ, നരനാരായണന്മാർ, പൃഥു, ഋഷഭൻ, ഹയഗ്രീവൻ, മത്സ്യം, കൂർമ്മം, നരസിംഹം, വാമനൻ, ഹംസം, ധന്വന്തിരി, പരശുരാമൻ, ശ്രീരാമചന്ദ്രൻ, ഇത്രയും അവതാരങ്ങളുണ്ടായി. കലകളുടെ അവതാരത്തിൽ ഇതാണ് ലീലാവതാരങ്ങൾ. ഇതിൽ കൃഷ്ണനെ പെടുത്തിയിട്ടില്ല. കലാവതാരത്തിൽ പറയണതാണ് കൃഷ്ണനും രാമനും. അവരുടെ മാർഗം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ബലഭദ്രൻ സദാ മദ്യപിച്ചിട്ടാണ് നടക്കുക. ദേഷ്യം വന്നാൽ അപ്പം അടിച്ചു കൊല്ലും. കലപ്പ കൊണ്ട് ഒരു കീറണം കഴിഞ്ഞു. പുരാണം പറഞ്ഞ സൂതൻ്റെ തല വെട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വരണ ദിവസങ്ങളിൽ പറയാം. ബലരാമൻ ആരാന്ന് മനസ്സിലായാൽ അത് മനസ്സിലാവും. ബലരാമൻ ജ്ഞാനാണ്. ജ്ഞാനത്തിന് കണ്ണും മൂക്കില്ല. അത് സദാ ബ്രഹ്മാനന്ദത്തിൽ ലഹരിയിൽ നടക്കും. അത് സദാ അങ്ങനെയാണ്. അതിന് കഥ പറച്ചിലൊന്നും ഇഷ്ടമല്ല. കഥ പറച്ചിൽ മായയാണ് അതിന്. അതുകൊണ്ട് മായയുടെ സ്വരൂപം എവിടെ നിൽക്കണത്? തലയിലാണ്. തലവെട്ടും. ആരുടെയും തലവെട്ടും മൂപ്പര്. ബലരാമനെ ഈ വിധത്തിൽ വേണം മനസ്സിലാക്കാൻ. അല്ലാണ്ട് ബലരാമൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയരുത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ലുങ്കി ഉടുത്തിട്ട് കയ്യിൽ മദ്യക്കൊടുവായിട്ട് നടക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ. വിവിധ പദത്തിൽ ബലരാമൻ മദ്യപിക്കുമ്പോൾ മദ്യം കൊണ്ടുവരുന്ന മദ്യക്കച്ചവടക്കാരുണ്ട്. കള്ളിലുങ്കി കൊടുത്തിട്ടാണ് വടക്കേടയിൽ ഇങ്ങനെ വരലുണ്ട്. അതുകൊണ്ട് ബലരാമൻ അത് മേടിച്ച് അതിൻ്റെ മട്ടൊക്കെ എടുത്ത് കളഞ്ഞ് വിസ്തരിച്ച് കൂടിയാ അത് അഭിനയിക്കും. ഗുരുവായൂരപ്പൻ അത് കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഏട്ടൻ്റെ കള്ളുകൂടി. ആ മദ്യം ബ്രഹ്മാനന്ദമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പക്ഷെ നമുക്ക് ഉണ്ടാവാറില്ല. കഥ കണ്ടാലും ബലരാമൻ സാഖ്യവും ഭഗവാൻ യോഗമാണ്. രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാഖ്യയോഗമാണ്. സാഖ്യവും യോഗവും ഭൂമിയിൽ അതുകൊണ്ട് അവരുടെ മാർഗം ആർക്കും മനസ്സിലാവില്ല. ഭഗവാനെ നോക്കൂ, ഇത്രയും സ്ത്രീകളാണ് ചുറ്റും, ഇത്രയും സമൃദ്ധിയാണ് ചുറ്റും, സൗന്ദര്യം മാത്രമാണ് ചുറ്റും. പക്ഷെ മനസ്സെവിടെയാണ്? നിരാകാരനായി നിർഗുണനായി ബ്രഹ്മനിഷ്ഠനായിട്ടിരുന്ന ഇത്രയും വലിയൊരു ബ്രഹ്മചാരി ഭൂമണ്ഡലത്തിൽ നടന്നിട്ടില്ല ഭഗവാനെ പോലെ. അത് കഴിഞ്ഞാൽ ശുഗനാണ്. അത് കഴിഞ്ഞാൽ ശുഗനാണ്. ആ തലത്തിൽ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറൊന്നും നേടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ മായ ജീവനെ എങ്ങനെയാണ് അപ്പോൾ ബാധിക്കുക എന്നാണ് ചോദിക്കണത്. എങ്ങനെയാണ് ഭഗവാൻ മായയുടെ രൂപങ്ങൾ എടുക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ അവതാരങ്ങളുടെ സിസ്റ്റം മുഴുവൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതും കൂടാണ്ട് ഇതൊക്കെ പിന്നെയും വിസ്തരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും സംശയം തീരുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, പഞ്ചമഹാഭൂതങ്ങളുടെ ബന്ധനത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ശരീരം ഈ പഞ്ചഭൂതങ്ങളായിട്ട് തന്നെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള കാരണം എന്താ? ശരിക്കും ഇത് വേർപെട്ടിട്ട് ഇരിക്കേണ്ടതല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോ രൂപത്തിലായതെന്ന്? അതിന് കാരണം എന്താ? കർമ്മമാണോ? കർമ്മം കൊണ്ടാണോ നമ്മളൊക്കെ ഈ രൂപം എടുത്തതെന്ന്? നമ്മുടെ ശരീരവും നാളെ വെള്ളമാവും, വായുവാവും, അഗ്നിയാവും, അല്ലേ? പഞ്ചതന്മാത്രകളൊക്കെ ആയിട്ട് പിരിഞ്ഞു പോവും. ഇതായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിൽ നിൽക്കുമ്പോൾ ഈ ഛായയിലുള്ള ആളോ ഇന്ന ആൾ എന്ന് നമ്മൾ പറയണു. നാളെ ഇത് ഇല്ലാതാവും. ഇതെന്തുകൊണ്ടാണ് നിൽക്കുന്നത്? കർമ്മം കൊണ്ടാണോ? പ്രധാന ക്വസ്റ്റ്യൻ. മായയുടെ അതീതനായിട്ടുള്ള ഭഗവാൻ എവിടെയാണ് നിൽക്കുന്നത്? ഭഗവാന്റെ സ്ഥിതി എന്താ? എങ്ങനെയാണ് ഭഗവാൻ വർത്തിക്കണത്? മാത്രമല്ല ഈ പുരാണ പുരുഷനായിട്ടുള്ള വിരാൾ പുരുഷൻ്റെ അവൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നും സമസ്ത ലോകങ്ങളും ലോകപാലകന്മാരും ഉണ്ടായിന്ന്. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഈ ലോകമൊക്കെ കൽപ്പിതമാണ്, സങ്കല്പം മാത്രമാണെന്ന്. എനിക്കിത് കൺഫ്യൂഷൻ ആവണു, മനസ്സിലാവണില്ല എന്ന്. ഒരേ സമയം ഉണ്ടായി എന്നും പറഞ്ഞു, പിന്നെ പറയണു അല്ല ഇതൊക്കെ സങ്കല്പമാണെന്നും പറഞ്ഞു. നോക്കൂ, ഇതൊക്കെ സാധാരണ ചർച്ച ചെയ്യപ്പെടാതെ പോണ ചോദ്യങ്ങളാണ്.
വാസ്തവത്തിൽ പരീക്ഷിത്ത് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഈ ഭാഗവതവും രാമായണവും ഗീതയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന പല സാധാരണക്കാരൻ്റെ സംശയങ്ങളും പരീക്ഷിത്ത് നമുക്ക് വേണ്ടി ഓൾറെഡി ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ഡിസ്കസ് ചെയ്യാറില്ല. അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. പോട്ടെ, ഈ 4 സംശയവും പുരാണം പഠിക്കണവർക്കൊക്കെ ഉള്ളതാണ്. ഇനി ഇതൊക്കെ കൂടാണ്ട് വിസ്തരിച്ച് ചോദിക്കുകയാണ്. പിന്നെ അതൊരു കുട്ടിയുടെ പോലെ ക്വിസ് ചോദിക്കണ മാതിരിയാണ് ചോദിക്കണേ. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ എത്ര കൽപ്പങ്ങളുണ്ട്, കാലത്തിൻ്റെ പ്രമാണം എന്താണ്, ആയുസിൻ്റെ പരിണാമം എത്രയാണ്, അതുമാതിരി കാലത്തിൻ്റെ കാണാവുന്ന ഗതിയും കാണാത്ത ഗതി എന്താണ്, സമയത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന സമയമുണ്ട്, കാണാൻ പറ്റാത്ത സമയമുണ്ട്. അതേമാതിരി പലതരം കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഗതിയിൽ എങ്ങനെയാണ് വ്യത്യാസം വരണത്, ഏത് പ്രാണിയാണ് ഇന്ന ജന്മം സ്വീകരിക്കാമെന്ന് എങ്ങനെയാണ് പറയുക, ആരാ അത് നിശ്ചയിക്കണത്? 84 ലക്ഷം ഗർഭപാത്രത്തിൽ കൂടെ കടന്നുപോയി പറഞ്ഞു. പാറ്റ പാമ്പാവണമെന്നുണ്ടെങ്കിൽ ആരാ നിശ്ചയിക്കേണ്ടത്? ഓ ഇവൻ പാറ്റ, ഇനി നെക്സ്റ്റ് പാമ്പ് എന്ന് പറയേണ്ടത് ആരാ? അതാരാ ഡിസൈഡ് ചെയ്യണത്? ഈ സിസ്റ്റം എന്താണ്? അന്യസ്ഥലങ്ങളിലും അന്യലോകങ്ങളിലും ജീവൻ ഉണ്ടാവില്ലേ? നമ്മളിന്ന് എക്സ്ട്രാ ടെറസ്ട്രിയൽ അന്വേഷിച്ചിട്ട് റോക്കറ്റൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തേക്ക്, അല്ലേ? അന്നേ ചോദിക്കുകയാണ്, മറ്റ് ഗ്രഹങ്ങളിലും ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താണ്? ബ്രഹ്മാണ്ടത്തിൻ്റെ പരിണാമം എങ്ങനെ ഉണ്ടായി? മഹാപുരുഷന്മാരുടെ ചരിത്രം എന്താണ്? അവരുടെയൊക്കെ വർണ്ണങ്ങൾ എന്തായിരുന്നു? അവതാരത്തിൻ്റെ ചരിത്രം, യുഗങ്ങളുടെ ഭേദം, യുഗങ്ങളുടെ പരിണാമം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവണം? മനുഷ്യർ സാധാരണ ധർമ്മം എന്ന് പറഞ്ഞിട്ടും വിശേഷ ധർമ്മം എന്നും പറഞ്ഞിട്ടില്ലേ? രാവിലെ ഞാൻ പറഞ്ഞു, എല്ലാ കാലത്തും നിൽക്കുന്ന ധർമ്മം, കാലത്തിനനുസരിച്ച് മാറുന്ന ധർമ്മം. തത്വങ്ങൾ എത്രയുണ്ട്, അതിൻ്റെ സംഖ്യ എന്താണ്, അതിൻ്റെ സ്വരൂപം, അതിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ തിരിച്ചറിയും, അതിൻ്റെ കാരണം എന്താണ്, ഭഗവാനെ എങ്ങനെ ഉപാസിക്കണം, ആധ്യാത്മികതയുടെ വിധി എന്താണ്, യോഗേശ്വരന്മാർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കണത്? ഇങ്ങനെ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തിനെക്കുറിച്ചും സ്വന്തം മായ കൊണ്ട് എങ്ങനെയാണ് ഭഗവാൻ ലീല നടത്തുന്നത്? ഒന്നാമത് എന്തിനാണ് അദ്ദേഹം മായ ഉണ്ടാക്കിയത്? എന്തിനാണ് ലീലകൾ ചെയ്യണത്? ഈ കുഴപ്പങ്ങളൊക്കെ എന്തിനാണ് സൃഷ്ടിച്ചത്? മായയെന്ന് രക്ഷപ്പെടുന്ന ജീവന് എങ്ങനെയാണ് സാക്ഷിഭാവത്തിൽ ഇരുന്നിട്ട് ഒന്നിനോട് അറ്റാച്ച്ഡായിട്ട് ഇരിക്കാൻ പറ്റാണ്ട്, ആ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ സാധിക്കുക? ഇങ്ങനെ പരീക്ഷിച്ച് ചോദ്യത്തിൻ്റെ പുറകെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം, നിരത്തി ചോദിക്കും. ശുഗൻ ഇത് മുഴുവൻ കേൾക്കണം. കാരണം ഇതൊക്കെ എല്ലാ സാധാരണ സാധകൻ്റെ മനസ്സിലും ഉണ്ടാവേണ്ട കാര്യമാണ്. ജിജ്ഞാസു ആയതുകൊണ്ട് മാത്രമാണ് പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഇത്രയും ചോദ്യം വന്നത്. നമ്മളാണ് ഇത്ര ചോദ്യം ആലോചിച്ചുണ്ടാക്കുമോ? ആലോചിച്ചുണ്ടാക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ മതി, ഇവൻ നിർത്തുന്നില്ല, 4 മണി 10 മിനിറ്റുള്ള ചായയുടെ സമയം, ഇതല്ലേ ആലോചിക്കുക. അപ്പോൾ അപ്പോൾ പരീക്ഷിത്ത് തുടർന്ന് പറയുക, ആ ബ്രാഹ്മണകുമാരനെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ശാപമില്ലായിരുന്നെങ്കിൽ ഈ ഭഗവാന്റെ ചരിത്രാകണി അമൃതം കൊണ്ട് എൻ്റെ പ്രാണന് അനശ്വരത ഒരിക്കലും വരില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഭഗവാന്റെ കഥയിൽ അത്രമാത്രം രസികത ഉണ്ടെന്ന്. ആ രസികത നുകരലാണ് രാസം. അതിനാണ് ഈ ദശമസ്കന്ധത്തിൻ്റെ ക്രൗൺ, അതാണ് ശരിക്കും കൊണ്ട്. അപ്പോൾ ഇങ്ങനെ 1-ാമത്തെ സ്കന്ധം തുടങ്ങി അങ്ങോട്ട് ആ 1-ാമത്തെ ചോദ്യത്തിൻ്റെ 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായം തൊട്ടിട്ടാണ് ശുഗൻ അങ്ങോട്ട് വിസ്തരിച്ച് പറയണത്. വേദാന്തത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ചർച്ചയാണ് അവിടെ വരുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിനൊന്നും വളരെ വിസ്തരിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. ആ ചർച്ചയുടെ ഒരു തുടർച്ചയിൽ സ്വപ്നത്തിനെയും സമാധിയും ഒക്കെ ജീവിതത്തിനെയും ഉണർന്നിരിക്കുന്നതും സ്വപ്നത്തിൽ കാണുന്നതും സുഷുപ്തിയിലിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സാധാരണ വേദാന്തം പഠിപ്പിക്കുമ്പോൾ പറയും, നമ്മൾ ഈ സ്വപ്നത്തിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, ഇതും ഒരു വലിയ സ്വപ്നമാണ് എന്നുള്ള ആശയങ്ങളുടെയൊക്കെ അടിത്തറ നമുക്ക് ഈ ചർച്ചയിൽ കാണാൻ സാധിക്കും. ജാഗ്രത്തിൽ തന്നെ നിയന്ത്രിച്ചിരിക്കണം മനസ്സിനെ. വളരെ സ്ത്രീകളെ നോക്കുന്നില്ല, സ്ത്രീ പുരുഷനെ നോക്കുന്നില്ല, അങ്ങനെ ഇരിക്കണവൻ സ്വപ്നത്തിൽ പക്ഷെ സാധിക്കുന്നില്ല. ഒരു ലെസനാണ്, സ്വപ്നത്തിൽ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മനസ്സിൽ ഭക്തി ഉണ്ടാകണമെന്ന് തോന്നണ സമയത്ത് ദേഹത്തിന് ഉറക്കം വരും, പ്രാണന് വിശക്കണു തോന്നും. ഇതൊക്കെ ദേഹത്തിൻ്റെ ധർമ്മമാണ്. സ്വപ്നത്തിൽ സത്യമായിട്ട് തോന്നണമൊക്കെ ജാഗ്രതയിൽ കണ്ണു തുറക്കുമ്പോൾ അസത്യമായിട്ട് തോന്നുന്നു. ജാഗ്രതയിലെ വ്യവഹാരങ്ങളൊക്കെ സ്വപ്നത്തിൽ അസത്യമായിട്ട് തോന്നുന്നു. രാജ്യത്തെ ഉപേക്ഷിച്ചിട്ട് പോലും എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് രാജാവിന് തോന്നണമെന്ന്. അതായത് രാജ്യം പോയാലും വേണ്ടില്ല, ഉറക്കം കിട്ടാണ്ടായിട്ടേ 10 ദിവസം ഉറങ്ങാണ്ടിരുന്ന രാജാവിന് ഒരു ദിവസം എനിക്ക് ഈ രാജ്യഭാരമൊന്നും വേണ്ട, ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നുന്നു. സ്വപ്നം വാസ്തവത്തിൽ ഒരേ തരത്തിലുള്ളൊരു നാടകമാണ്. അങ്ങനെ ശരിക്കും സൈക്കോളജി പഠിപ്പിക്കുന്നു. മനസ്സിൻ്റെ ഘടന അങ്ങോട്ട് കീറി മുറിച്ച് മനസ്സിൻ്റെ പ്രവർത്തനം മുഴുവൻ അവിടെ അങ്ങോട്ട്
ഒരു മോഡേൺ എന്താ പറയുക സൈക്കോളജിസ്റ്റും ചിന്തിക്കുന്ന കാലത്തിനൊക്കെ മുന്നേ തന്നെ മനസ്സ് എന്ന് പറയുന്നൊരു ഉപകരണത്തിനെ കൊണ്ട് നിർമ്മലാനന്ദ സ്വാമി പറയും, നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വസ്തുവിനെ മനസ്സിലാക്കാനുള്ള ഏക ഉപകരണം മനസ്സാണെന്ന്. മനസ്സുകൊണ്ട് മനസ്സിനെ കൊന്നാലേ ഇതിനെ കിട്ടുള്ളൂ. അതിനാണ് ഹരി, ഹരൻ, ഹരം എന്ന് പറഞ്ഞത്. ഹ ച ആകാശം, രം അഗ്നി. അങ്ങനെ ഹരിച്ചു. ആ ഹര ശബ്ദം കൊണ്ടാണ് അതിൽ തന്നെ ബിന്ദു വന്നാൽ ഹ്രീന്നുമായി. അപ്പോൾ ശക്തിയാണെങ്കിലും ശിവനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും മനസ്സിനെ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിനെ ഹരിച്ചാലേ നാളം വരുള്ളൂ. അതെന്താ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫാക്കി, ആ 3 വിളക്കും കെടുത്തി, അതിലൊരു നാളം മാത്രമുണ്ട്. അതിങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആ സ്റ്റഡിയായിട്ട് നിൽക്കണേനെ നമ്മുടെ ബ്രഹ്മബോധം ഏകദേശം ഉറച്ചു എന്ന് മനസ്സിലാക്കുക. പക്ഷെ മനസ്സുണ്ട് അപ്പോഴും. നാളം നിൽക്കുന്നിടത്തോളം മനസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ നാളത്തിനെയും കളയുക. പക്ഷെ വെളിച്ചമുണ്ട്, തേജസ് അവിടെ നിൽക്കുന്നു, ചൂടറിയുണ്ട്. ഇതാണ് ബ്രഹ്മം. മനസ്സ് പോയി, പക്ഷെ അനുഭവമായിട്ട് അതവിടെ നിൽക്കുകയാണ്. അനുഭവമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനെ അറിയാനേ പറ്റുള്ളൂ. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണതിൻ്റെ കാരണം തന്നെ ഈ നാരായണീയം. ഞാൻ ഇന്നലെയും പറഞ്ഞു, നാരായണീയം നമ്മളൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഭാഗവതത്തിന് ഇങ്ങനെ വിചാരിക്കുന്നില്ല. അതുമാതിരി ആ പാവം ആ പക്ഷപാതത്തിൻ്റെ ഹൈറ്റിൽ ആ ബലിക്കല്ലിൻ്റെ അപ്പുറത്ത് പുറത്ത് നിലത്തായിരുന്നിരുന്ന ആദ്യം. അന്ന് മണലാണ്, ചുട്ടുപഴുത്ത മണലാണ്. ഈ നടപ്പന്തലൊന്നുമില്ല. ഒരു ഓലക്കുട വെച്ച് കൊടുത്തിട്ട് ഇരുത്തിയത്. കാരണം അകത്തിരുത്തി എന്താ വെച്ചാൽ വായിന്ന് ഒലിക്കണ്ടി, അശുദ്ധിയാവും. അതുകൊണ്ട് ആദ്യത്തെ 10ഓളം ദശകം പുറത്തിരുന്നിട്ടാണ് എഴുതണം. പിന്നെയാണ് അനിയൻ തൂക്കിയെടുത്ത് ഉള്ളിൽ കൊണ്ടു വെച്ച്. അതിപ്പോഴും ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലം തെറ്റാ. അത് കഴിഞ്ഞിട്ടൊരു തൂണുണ്ട്, അവിടെയാണ് ഇരുന്നത്. അത് വെക്കാനുള്ള സൗകര്യത്തിന് അവിടെ തിരുമേനിമാർക്ക് നമസ്കരിക്കാനും വേണ്ടിയിട്ടാണ് ബോർഡ് എടുത്തിട്ട് ഇപ്പോൾ വാതിലിൻ്റെ സൈഡിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന വരെയുള്ളൊരു കാലമുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ അവസ്ഥയെ പോലും ഇത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനനം എത്രമാത്രമായിരിക്കും. ആ ഭാഗവതത്തിനെ കലക്കിയെടുത്തിട്ടാണ് നാരായണീയം ഉണ്ടാക്കി തന്നെ നമുക്ക്. അപ്പോൾ ജീവൻ ക്ഷണികമാണ് എന്നൊക്കെ വിസ്തരിച്ച് അവിടെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ സാധാരണ വേദാന്ത ചർച്ചകളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം കാലപ്രമാണത്തിനെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നിട്ടാണ് ഈ ചതുശ്ലോകി അങ്ങോട്ട് വിടർത്തുന്നത്. വൈകുന്നേരത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചതുശ്ലോകി പറയാം. വരാഹാവതാരമൊക്കെ നിങ്ങൾക്ക് അറിയണതുകൊണ്ട് അതൊന്നും അധികം ഞാൻ വിസ്തരിക്കില്ല. കാരണം വരാഹാവതാരം ശരിക്ക് പറയേണ്ടത് ഹിരണ്യാക്ഷനായിട്ടുള്ള യുദ്ധം വരുന്ന സമയത്താണ് വരാഹത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടത്. അപ്പോൾ ഹിരണ്യാക്ഷൻ ആരാന്ന് മനസ്സിലായാലേ വരാഹം എന്താണെന്ന് അറിയുള്ളൂ. വില്ലനുണ്ടെങ്കിലേ ഹീറോയിന് വിലയുള്ളൂ. മനസ്സിലായില്ലേ? സിനിമയിൽ 14ാമത്തെ റീലിൽ 13ാമത്തെ റീൽ വരെയും വില്ലനാണ് ഹീറോ. 14ാമത്തെ റീലിലെ വില്ലൻ സ്ട്രോങ് ആയാലേ ഹീറോയിന് പവറുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വില്ലൻ്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് വരാഹത്തിന് കൂടെ പറയാം. ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം നമുക്ക് കിട്ടും. ദീപാരാധന വരെയുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് ചതുശ്ലോകി ആവുന്നത്ര നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാം. 4:20 വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ, ഗുരുവായൂർ.